അപ്പോൾ 10 ആകുമ്പോൾ പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങും. 80 പുറകെ ഇരിപ്പുണ്ട്. പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങുമ്പോൾ പ്രാർത്ഥന കഴിയുമ്പോൾ പറയും നമുക്ക് പാട്ട് പാടി ദൈവത്തെ ഇപ്പോഴത്തെ വട്ടുപാട്ട് പാടരുത്. നല്ല പാട്ടുണ്ട്. സഭായം തുടങ്ങുമ്പോൾ നീ പാടുക. 80 ലക്ഷം കടക്കാരൻ അവിടെ ഇരിക്കുക, നീ ഒന്നും പാടുക. വായ്പ വാങ്ങാനിട അവൻ എഴുന്നേറ്റ് അന്നേരം പോവും. കടം കയറി കുടിഞ്ഞു വന്നവനോട് ഇവിടെ നിന്ന് പാടുക, വായ്പ വാങ്ങാൻ ഇടം. വേറെ പാട്ടുണ്ടേ. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകങ്ങൾ. വേദപുസ്തകം എന്ന് പറയുമ്പോൾ അറിയാം 66 പുസ്തകമാണ്. ഇതിന്റെ പേര് സത്യവേദ പുസ്തകമെന്ന്. ഇതുപോലെ ഒരു പുസ്തകം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയില്ല, ഉണ്ടാക്കാൻ ഒക്കുകയില്ല. പേര് തന്നെ സത്യവേദ പുസ്തകം. സത്യമാണ്. എഴുതിയതും പറഞ്ഞത് ഒന്നും തിരുത്തേണ്ട ഗതികേട് ഈ പുസ്തകത്തിന് വന്നിട്ടില്ല. 66 പുസ്തകങ്ങൾ അടങ്ങിയ ബൃഹത്തായ പുസ്തകമാണ് ഈ സത്യവേദ പുസ്തകം. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം, അങ്ങനെ 66. ചിലരുടെ കയ്യിൽ കുറച്ച് പുസ്തകവും കൂടെ ഉണ്ട്, 66 കൂടുതലുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുക അത് ആരാന്ന്? അതവരെ കാണുമ്പോൾ അറിയാം. അപ്പോൾ 66 പുസ്തകമാണ് ഇതിന്റെ ക്രമം. അതില് ഏതാണ്ട് പകുതിയോടെടുക്കുമ്പോൾ ഉള്ള പുസ്തകങ്ങളാണ് സങ്കീർത്തന പുസ്തകങ്ങൾ. ഈ സങ്കീർത്തന പുസ്തകം 150 സങ്കീർത്തനമാണ്. ഇതിലെ സിംഹഭാഗ സങ്കീർത്തനങ്ങളും ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ്. ഏതാണ്ട് 150 സങ്കീർത്തനത്തിൽ 100 സങ്കീർത്തനവും ദാവീദ് എഴുതിയെന്നാ പറയുന്നത്. പിന്നെ ശിഷ്ടമുള്ള സങ്കീർത്തനം ആസാഫിന്റെ സങ്കീർത്തനം, കോരകപുത്രന്മാരുടെ സങ്കീർത്തനം, യദൂഥൂൻ എഴുതിയ ഒരു സങ്കീർത്തനം, ശലോമോൻ എഴുതിയ ഒരു സങ്കീർത്തനം. ഒന്നല്ല 2 പുള്ളി എഴുതി. പുള്ളി സങ്കീർത്തനം മാത്രമല്ല വേറെ ഒത്തിരി എഴുതി പുള്ളി ഊപ്പാട് വന്ന് പിന്നെ പരുവക്കേടായി പോയി. അപ്പോൾ അങ്ങനെ ശലോമോനാൽ എഴുതപ്പെട്ട സങ്കീർത്തനം. പിന്നീട് പേര് പറയാത്ത പല സങ്കീർത്തനങ്ങൾ ഇതിനകത്തുണ്ട്. അത് 1-ാം സങ്കീർത്തനവും 119-ാം സങ്കീർത്തനവും യസ്രാ ശാസ്ത്രി എഴുതിയെന്ന വേദ ചിന്തകന്മാർ അഭിപ്രായപ്പെടുന്നത്. 1-ഉം 119-ഉം. കാരണം അതിനകത്തെ ന്യായപ്രമാണമെന്ന് ധാരാളം പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഇസ്രായേലിനെ പറ്റി പറയുന്നത് ന്യായപ്രമാണത്തിൽ വിദഗ്ധ ശാസ്ത്രിയായിരുന്നെന്ന്. നീ മോനെ അങ്ങോട്ട് നീ അതിൻ്റെ ആളാ. ഇനി ഒരു കസാര ഇട്ട് അവിടെ ഇരിക്കുക, അതാ നല്ലത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്ന് പിന്നെ നീ അങ്ങോട്ട് ഓടിപ്പോയി നീ അവിടെ ഇരുന്നു. അപ്പൊ 1-ാം സങ്കീർത്തനവും 119-ാം സങ്കീർത്തനവും യസ്രാ ശാസ്ത്രി എഴുതിയത് എന്നാണ് അഭിപ്രായം. അതുപോലെ നമ്മൾ ഇന്ന് വായിച്ച 91-ാം സങ്കീർത്തനം. ഇടയ്ക്ക് കയറി പറയട്ടെ, വേർപെട്ട ദൈവമക്കളുടെ ഒട്ടുമിക്ക കൂട്ടായ്മ യോഗങ്ങളിലും ശുശ്രൂഷകളിലും സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട്. എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറയാം, ഒരു വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ സാധാരണ 45-ാം സങ്കീർത്തനം വായിക്കുക പതിവാ. 45 അല്ലേ വായിക്കുന്നത്? 45. എൻ്റെ ഭാഷ ഒന്നും വായിക്കാൻ നേരമില്ലായിരുന്നു. ഞങ്ങൾ കല്യാണമായിട്ടൊന്നും അല്ല, ഓട്ടോയിൽ കയറി അങ്ങ് പോകുമായിരുന്നു. പിന്നെ ഓട്ടോയ്ക്കകത്തിരുന്ന സങ്കീർത്തനം. അപ്പോൾ 45-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനമായ ശുശ്രൂഷയുടെ സമയത്ത് വായിക്കുന്നത് വിവാഹിതരായവർക്കും അന്ന് വിവാഹിതരാകാൻ പോകുന്നവർക്കും ഇനി വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് 45. സാധാരണ മലയാളികളാകുന്ന പഴയ ആൾക്കാർ പഠിക്കുന്ന കല്യാണ സങ്കീർത്തനം എന്നാണ്. അപ്പോൾ ആ സങ്കീർത്തനത്തിലെ പദങ്ങളൊക്കെ നമുക്കറിയാം. അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്ക. ബാക്കി നിങ്ങൾ പറ മക്കളെ.
വാച്ചേ. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. എന്നിട്ടോ അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അടുത്തത് സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ. ആ സങ്കീർത്തനം സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ. കല്യാണത്തിന് വായിക്കുന്ന, പക്ഷേ കേറ്ററിംഗിന്റെ പൈസ ഇതുവരെ കൊടുത്തുമില്ല. വീഡിയോക്കാരന്റെ പൈസ വായിച്ച സങ്കീർത്തനം വായിച്ചു ഓടിച്ചു. കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകും. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലവും. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലവും. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം. എന്തു പരിപൂർണ യാമിവൾ അണിയും വസ്ത്രം പൊൻകസബ് കൊണ്ടു നെയ്തതാ. എന്തു പരിപൂർണ യാമിവൾ അണിയും വസ്ത്രം പൊൻകസബ് കൊണ്ടു നെയ്തതാ. എൻ മനസ്സുയരുന്നതോ നന്മയേറും ജനത്താൽ. എൻ മനസ്സുയരുന്നതോ നന്മയേറും. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി. ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി. ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി. ദന്തം ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി. ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും സ്വാന്തബോധം വരുത്തുന്നല്ലോ കനീശം കമ്പിവാദ്യങ്ങളിൽ നിസ്വനം. സ്വാന്തബോധം വരുത്തുന്നല്ലോ കനീശം കമ്പിവാദ്യങ്ങളിൽ നിസ്വനം. എൻ മനസ്സുയരുന്നതോ നന്മയേറും ജനത്താൽ. എൻ മനസ്സുയരുന്നതോ നന്മയേറും ജനത്താൽ. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, 45-ാമത്തെ സങ്കീർത്തനം വിവാഹ ശുശ്രൂഷയിൽ പാടുന്നതാണ്. അതൊരു ശുശ്രൂഷയ്ക്ക് ഭൂഷണമാണ്. അതുപോലെ തന്നെ നാം ഒരു ദുഃഖഭവനത്തിൽ ചെല്ലുമ്പോൾ, വേർപാടിന്റെ വേദന അനുഭവിക്കുന്ന ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ സാധാരണ കർത്തൃദാസന്മാർ 90-ാം സങ്കീർത്തനം വായിക്കുക. അത് ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസത്തിനും പ്രത്യാശയ്ക്കും ഉതകുന്നതാണ് 90-ാം സങ്കീർത്തനം. അതുപോലെ തന്നെ നാം ഒരു കുഞ്ഞിനെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ഒരു സങ്കീർത്തനം എടുത്തിട്ടുണ്ട്. മിക്കവാറും ഞാനൊരു പാട്ട് പറയേണ്ടി വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതാണ് 90-ാം സങ്കീർത്തനം. അഹരോന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ മോശയുടെ പ്രാർത്ഥന. എന്നാൽ 91-ാം സങ്കീർത്തനം ആരാണ് എഴുതിയതെന്ന് അതിന്റെ ഹെഡിങ്ങിൽ ഇല്ല. ഉണ്ടോ? ഇല്ല. എന്നാൽ ഇതിനെപ്പറ്റി പഠിച്ച പ്രിയപ്പെട്ടവരെ അവകാശം പറയുന്നതും അത് അംഗീകരിച്ചിരിക്കുന്നത് 91-ാം സങ്കീർത്തനം എഴുതിയത്
അവൻ യോശുവ എഴുതിയെന്ന. 90 മോശ എഴുതി, 91 യോശുവ എഴുതിയെന്ന പറയുന്നത്. കാരണം മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തയാളാ യോശുവ. മോശയെ വെള്ളം കുടിപ്പിച്ച ആളല്ല. കൈ നമ്മളിന്ന് ഉപദേശിയെ വെള്ളം കുടിപ്പിക്കായിട്ട് ആകെ 4, 3, 7 വിശ്വാസികളുള്ളൂ. ഉപദേശിയെ വെള്ളം കുടിപ്പിക്കുക. പുള്ളി വെള്ളം കുടിച്ച് പരുവക്കേട. അങ്ങനെയുള്ള ആൾക്കാർ ഉപദേശിയെ വെള്ളം കുടിപ്പിക്കുകയല്ല, ഉപദേശിയുടെ കൈക്ക് കാല് വാരുകയല്ല, കൈക്ക് വെള്ളം ഒഴിക്കുക. അപ്പോൾ മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ച ആളാ യോശുവ. മാത്രമാണോ യോശുവ കൂടാരം വിട്ട് പിരിയാഞ്ഞവനാ. തന്നെയല്ല മോശ പ്രമാണമാകാൻ പർവ്വതത്തിലേക്ക് പോയപ്പോൾ കൂടെ കൂട്ടിയത് യോശുവയെയാ. 24:12 ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 24:12. പെട്ടെന്ന് വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. 24 വേണ്ട, കണ്ണിക തുടങ്ങുന്നിടത്ത്. പിന്നെ യഹോവ മോശയോട്, നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കാം. ഞാൻ നിനക്ക് കൽപ്പലകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരുമെന്ന് അരുളിച്ചു. അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനായ യോശുവയും കൂടെ എഴുന്നേറ്റ് മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. അവൻ മൂപ്പന്മാരോട്, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മോശയുടെ കൂടെ പർവ്വതത്തിലോട്ട് പോയത് യോശുവയും പോയി. അങ്ങ് മേളിൽ കയറിയില്ലെങ്കിലും പുള്ളി ഒരു സ്ഥാനത്ത് നിർത്തിയെന്ന. അതുകൊണ്ട് ഇറങ്ങി വന്നോണ്ടാണ് ചോദിച്ചത് യോശുവയുടെ അവിടെ എന്നാ ശബ്ദം എന്നാന്ന്. പാളയത്തിൽ എന്നാ പറഞ്ഞ, പാളയത്തിൽ ഫാസ്റ്റിംഗ് പ്രയറാ, പകല് പവർ കോൺഫറൻസും വൈകിട്ട് ഫയറുമാണ്ട് പറഞ്ഞു. മോശം നോക്കിയപ്പം എല്ലാം ഒരു പരുവക്കേട് നിൽക്കുക. ഞാൻ എൻ്റെ വിഷയം അല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മോശയുടെ കൂടെ നിന്നയാളാ യോശുവ. അങ്ങനെ മോശയെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ച കാര്യങ്ങളും മാത്രമല്ല, ഇവര് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അവൻ സംഭവിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കണ്ട് ഗ്രഹിച്ചയാളാ യോശുവ. ചെറുപ്പമാന്നേലും ഗ്രഹിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് യോശുവ എഴുതിയ സങ്കീർത്തനമാണ് 91 സങ്കീർത്തനം. അതിന്റെ കാരണം അതിനകത്തൊരു വാക്യവും കൂടെ കൊടുത്തിട്ടുണ്ട്. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. പറ്റി നിന്ന അനുഭവം യോശുവയ്ക്കുണ്ട്. കൂടെ ഒരാളുണ്ടായിരുന്നു, കാലേവും കൂടെ. രണ്ടുപേരും ദൈവത്തോട് പറ്റി നിന്നു. അപ്പൊ പറ്റി നിന്നതിന്റെ വിടുതലും അതിന്റെ നന്മയും അനുഗ്രഹവും ഒക്കെ അനുഭവിച്ചയാളാ യോശുവ. ഈ അനുഭവസ്ഥരെ സംസാരിച്ചാൽ കുറച്ചുകൂടി എഫക്റ്റാ. അത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാമല്ലോ. അനുഭവമുള്ളവർ സംസാരിക്കുകയും പഠിച്ചിട്ടുള്ളവർ സംസാരിക്കുകയും കേൾക്കുമ്പോൾ നമുക്ക് അറിയാം. വിവരമുള്ളവർക്ക് അറിയാം. അറിവിൻ്റെതാണോ അനുഭവത്തിൻ്റെ ആണോ? അറിവ് മോശമാണെന്നല്ല, അറിയണമല്ലോ, പഠിക്കണമല്ലോ, നന്നായി പഠിക്കണമല്ലോ. പക്ഷേ ആ പഠിച്ചത് ജീവിതാനുഭവത്തോട് ബന്ധപ്പെട്ട് അനുഭവിച്ചവർ സംസാരിക്കുമ്പോൾ പട്ടിണിയെ പറ്റി പഠിക്കുക. എന്താണ് പട്ടിണി? എങ്ങനെയാണ് പട്ടിണി? പട്ടിണി എങ്ങനെ ഇരിക്കും? പട്ടിണിയുടെ മൂലഭാഷ എന്താണ്? പട്ടിണി, പട്ടിണി, അതിന്റെ അർത്ഥം. പട്ടിണി പിരിച്ചെഴുതിയാൽ എങ്ങനെ ഇരിക്കും? പട്ടിണിയെ പിരിക്കാവോ? ആരാണ് കൂടുതൽ പട്ടിണി കിടന്നത്? അതൊക്കെ പഠിച്ചതാ. പക്ഷേ അതിലും കുറച്ചുകൂടെ എഫക്റ്റ് പട്ടിണി കിടന്നവൻ എഴുന്നേറ്റ് പറഞ്ഞാല. സ്തോത്രം. പണ്ട് ഒരു വരിയുണ്ട്, കുചേലവൃത്തത്തിലാന്നുണ്ട്. പട്ടിണി കൊണ്ടു മെലിഞ്ഞ പണ്ഡിതനു കുശസ്ഥലി. പട്ടിണി കൊണ്ടു മെലിഞ്ഞ പണ്ഡിതനു കുശസ്ഥലി. പട്ടണം കണ്ടപ്പോഴേ വിശപ്പും ദാഹവും പോയി. ചെറുതനയിൽ ഇത് പാടിയാൽ ആളളകും. എന്നറിയാം. ആനാരി, ചെറുതന, അരിച്ചാല്, ബിയ്യപുരം, ആയിപ്പാട്. പിള്ളേരാളി അറിയുകയാണെങ്കിൽ, പിള്ളേരല്ല ഇതിനകത്തിരിക്കുന്നതും ചിലതുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഭാഷ അതൊക്കെ വിട്ടു. ആട്ടെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം, ഞാനും വിടുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പഠിച്ചു പറയുന്നതും അനുഭവത്തിൽ പറയുന്നതും വ്യത്യസ്തമാണ്. അപ്പൊ യോശുവ ദൈവത്തോട് പറ്റി നിന്നവനാ. അതുകൊണ്ട് ആ സങ്കീർത്തനം വായിക്കുമ്പോൾ ഇപ്പോഴും നമുക്കൊരു വിടുതലല്ലേ. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ
വിടുവിക്കും. അവനെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അപ്പോൾ 91-ാം സങ്കീർത്തനം ദൈവത്തിന്റെ ദാസനാകുന്ന യോശുവ എഴുതിയതെന്നാ പറയുന്നത്. യോശുവ 91:10 പറഞ്ഞതാ നമ്മൾ ഇന്ന് രാത്രി കുറുവാക്യം വായിച്ചത്. ദൈവദാസി ഒന്നുകൂടെ വായിച്ചു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് രാത്രി നമ്മൾ ദൈവത്തിന്റെ വചനം ചിന്തിക്കാൻ പോകുകയാ. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇന്ന് രാത്രി ശ്രദ്ധയോടെ വചനം കേൾക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. എന്താ ഈ വചനം? ഇത് സുവിശേഷമാണ്. എന്തുവാ സുവിശേഷം? സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വ്യക്തിയാ, അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. എന്താണ് സുവിശേഷം? രണ്ട് കാര്യം പറഞ്ഞേച്ച് എടുത്ത വാക്യത്തിലേക്ക് വരാം. കാരണം സുവിശേഷ യോഗമാണല്ലോ. ഞാൻ 91-ാം സങ്കീർത്തനം മാത്രം പറഞ്ഞേച്ച് പോയാൽ നിങ്ങൾ ചിലര് എല്ലാവരും അല്ല, ചിലർ പറയും, ഓ പുള്ളി സുവിശേഷം ഒന്നും പറഞ്ഞില്ല, സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചേച്ച് പോയെന്ന് ചിലര് പറയും. സങ്കീർത്തനമാണെങ്കിലും ലേവ്യ പുസ്തകത്തിൽ നിന്നാണെങ്കിലും ഉൽപ്പത്തി ആണെങ്കിലും ഇത് മുഴുവൻ സുവിശേഷമാണ്. എന്താ സുവിശേഷം? വായിച്ചേ. തിമത്തിയോസിന്റെ 2-ാം ലേഖനം 2:8 മനപാഠമാ, എന്നാലും വായിച്ചോ. അറിയാത്ത ആരെങ്കിലും അകലെ നിന്ന് കേൾക്കുന്നെങ്കിൽ അവരിത് മനസ്സിലാക്കണല്ലോ. ഇതുങ്ങൾ 4-5 ദിവസമായിട്ട് കിടന്ന് അലറുകയും കൂവിളിക്കുകയോ ഒച്ചപ്പാടുണ്ടാക്കി കിടന്ന് അലപ്പറയാ. എന്തുവായി കിടന്ന് അലയ്ക്കുന്നത്? അത് എന്നതാന്ന് ഒന്ന് അറിയണമല്ലോ. അതിന് ലളിതമായ ഭാഷയിൽ, മനസ്സിലാകുന്ന ഭാഷയിൽ എന്തുവാ ഇവിടെ ഈ 4-5 ദിവസമായിട്ട് പറഞ്ഞത്? സുവിശേഷം. എന്താ സുവിശേഷം? തിമത്തിയോസിന്റെ 2-ാം ലേഖനം 2:8 പെട്ടെന്ന് വായിച്ചു. സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അതാ സുവിശേഷം. അപ്പൊ എന്തുവാ സുവിശേഷം? ഒന്നുകൂടെ വായിച്ചോ സഹോദരി. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. നിവാസികളെ രക്ഷ ജൈവദീനെ അക്ഷയകുമാരനേശു മർത്യനായി വന്നു. നിവാസികളെ രക്ഷ ജൈവദീന അക്ഷയകുമാരനേശു മർത്യനായി വന്നു. ശാലയിൽ പിറന്നു ജാതമോദം ദൂതർ വന്നു വാഴ്ത്തി തുതിക്കുന്നു. ബേത്ലഹേംപുരി മുതൽ ഗോശാലയിൽ പിറന്നു ജാതമോദം ദൂതർ വന്നു വാഴ്ത്തി തുതിക്കുന്നു. എനിക്ക് അതെല്ലാം അങ്ങ് പാടിയാ കൊള്ളാന്നുണ്ട്. ഞാൻ പാടിയാ നിങ്ങളെ ഉടക്കൊന്നും ഉണ്ടാക്കിയല്ല. പിരിഞ്ഞു പോകുമ്പോൾ പറയും, ഓ മെനക്കേടായിരുന്നു, പാട്ടായിരുന്നെന്ന് പറയും. അതിൽ നല്ലതാ കൊച്ചുങ്ങൾ പാടിയാൻ വേണം. അയാളുടെ പാറപ്പുറത്ത് ചിരട്ടയിട്ടിരിക്കുമ്പോൾ ക്രാ ക്രാ എന്ന് പറഞ്ഞ് പാടേണ്ട കാര്യമൊന്നും സാലിയാൻറ്റി പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടു പറയുന്നത്. പിന്നെ പുള്ളിക്കാരി അതും പറയാൻ അപ്പുറവും പറയുമെന്ന് എനിക്കറിയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം പറയാ, യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി. അപ്പോൾ ഈ എന്താ സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. ഒന്നുകൂടെ വായിച്ചോ വാക്യം, എല്ലാരും കേൾക്കട്ടെ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. എന്റെ പ്രിയരെ, ഇതാ സുവിശേഷം. സുവിശേഷം മതം മാറ്റുകല്ല, സഭ മാറ്റുകല്ല, സംഘടന മാറ്റുകല്ല, ആളെ കൂട്ടുകല്ല, ബഹളവും മെപ്രാളോ ഓളോ ആളും ഒന്നുമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. നീ ഏത് വ്യക്തിയായിക്കോട്ടെ, ഏത് കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ആരുമാകട്ടെ, നിനക്ക് വേണ്ടിയാ യേശു ഭൂമിയിൽ പൂജാതനായത്. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ, മതത്തിന്റെ, സംഘടനയുടെ ആളല്ല. അവിടുന്ന് മുഴുലോകത്തിന്റെ ദൈവമാ. എല്ലായിടത്തും ഞാൻ പറയുന്ന കാര്യം ഒന്നുകൂടെ പറയാ, കത്തോലിക്കന്റെ കുത്തകയൊന്നുമല്ല ക്രിസ്തു. ഞങ്ങളുടെ യേശുവാന്നും പറഞ്ഞ് വളച്ചു കെട്ടി യേശുവിനെ വെച്ചിരിക്കുക. ഇത് ഞങ്ങളുടെ യേശു. എന്നിട്ട് അത് അവരുടെ യേശു അല്ല, മുക്കിനിറ അത് മറ്റവരുടെ. അവിടെ അവർക്ക് യേശു ഇല്ലാത്തവരാ. ഇതൊക്കെയാ ഇപ്പം നടക്കുന്നത്.
യേശുക്രിസ്തു ഒരു സഭയുടെ ആളല്ല. കത്തോലിക്കര്, യാക്കോബക്കാര്, ഓർത്തഡോക്സ്, റീത്ത്, ലത്തീന്, ലണ്ടന്, CMS, CSI, ആംഗ്ലിക്കന്, സാൽവേഷൻ ആർമി, പെന്തിക്കോസ്, ബ്രദറുകാര്, പഴയ വേർപാടുകാര്, പിന്നെ TPM, ഒത്തിരി ഉണ്ട്. ഇതിനകത്ത് തന്നെ പല വകുപ്പ്. TPM ഉണ്ട്, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഗോഡ്, IPC, പല ഷാരോൺ ഒക്കെ ഒത്തിരി ഉണ്ട്. ദൈവത്തിന്റെ മകത്ത് ഒരു സഭയുടെയും കുത്തകയല്ല ക്രിസ്തു. ക്രിസ്തു മുഴുലോകത്തിന്റെ ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാം. ഏത് വ്യക്തിക്കും യേശുവിനെ ആരാധിക്കാം. ഏത് വ്യക്തിക്കും യേശുവിന്റെ അടുക്കൽ വരാം. യേശുവിന്റെ അടുക്കൽ വരുന്നതിന് തരംതിരിവൊന്നുമില്ല. മനുഷ്യനായി തരംതിരിവൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. യേശുവിന്റെ അടുക്കൽ ആർക്കും വരാം. എന്റെ ഭാഷയാണേ, കറുത്തവനും വരാം, വെളുത്തവനും വരാം, പണ്ഡിതനും വരാം, പാമരനും വരാം, കുചേലനും വരാം, കുബേരനും വരാം, നിറമുള്ളവനും നിറമില്ലാത്തവരും, നിലവാരമുള്ളവനും നിലവാരമില്ലാത്തവരും, ആർക്കും അല്ല, ഏത് സമയത്തും വരാം. വെളുപ്പിനെ വന്നാലേ യേശുവിനെ കാണൂ? അല്ലല്ല, ഉച്ചയ്ക്കും വരാം. ഉച്ച കഴിഞ്ഞ് പുള്ളിയെ കാണാം. വൈകുന്നേരത്തും കാണാം. 5 മണിക്ക് കാണാം. 7നും കാണാം. 7 മണിക്കും വരാം. രാത്രി 10 മണിക്ക് 10 മണിക്ക് യേശുവിനെ കാണാം. 11 കഴിഞ്ഞാൽ പുള്ളി ഉറങ്ങുമൊന്നുമല്ല. പുള്ളിയെ ഉണർത്തുമൊന്നും വേണ്ട. പുള്ളി ഉണർന്നിരിക്കുകയാണല്ലോ. നീ അവിടെ കിടന്ന് യേശുവേ ഉണരേശുവേ ഉണരേശുവേ വേണ്ട. ഉറങ്ങുന്നുമില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. അപ്പൊ യേശുവെ ഉണർത്തുവൊന്നും വേണ്ട. യേശുവെ ഞാൻ അങ്ങോട്ട് വരിക, ഉണർന്നോ, എത്ര മണിക്കാ ഉണരുന്നേ, അങ്ങനൊന്നും ചോദിക്കണ്ട. അവിടുന്ന് ഉറങ്ങുന്നുമില്ല, മയങ്ങുന്നുമില്ലെന്ന നിത്യനാ. അപ്പൊ രാത്രിയിലും വരാം, പകലും വരാം, തിങ്കളാഴ്ച ദിവസം വരാം, ചൊവ്വാഴ്ച വരാം, ബുധനാഴ്ച വരാം, വെള്ളി ഇഷ്ടമുള്ള ദിവസം വരാം, ഇഷ്ടമുള്ള ടൈമിലും വരാം, ഏത് മാസത്തിലും വരാം. യേശുവിനടുക്കൽ കന്നിമാസത്തിലും വരാം, കർക്കടകത്തിലും വരാം, ചിങ്ങത്തിലും വരാം, തുലാത്തിലും വരാം, വൃശ്ചിക മാസത്തിലും വരാം, മേടത്തിൽ ഏത് മാസത്തും വരാം. യേശു പറയാ, കർക്കടകത്തിലായാലും വരരുത്, പരുവക്കേടാ, വെള്ളമൊക്കെ പൊങ്ങി നമ്മളും പറയാ കർക്കടകത്തിൽ അങ്ങോട്ട് പോകണ്ട, പുള്ളി പരുവക്കേട് ഇരിക്കുക. അല്ലല്ല, ഏത് സമയത്ത് യേശുവിനിടക്ക വരാം, ആർക്കും വരാം. അതാ സുവിശേഷം. ഏത് വ്യക്തിക്കും യേശുവിന്റെ അടുക്ക വരാം. അതുകൊണ്ടാണല്ലോ എനിക്കും ഈ മാർഗത്ത് വരുവാനിടയായത്. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നത്. സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു, ചികിത്സകൾ ചെയ്തു, ഭേദം വന്നില്ല. അന്നത്തെ വിശ്വാസം അനുസരിച്ചൊക്കെ പല കാര്യങ്ങൾ നോക്കുകയും കാണുകയും അറിയുകയും ചെയ്യുകയൊക്കെ ചെയ്തു. എനിക്ക് ഭേദമൊന്നും വന്നില്ല. ഒരു സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇതുപോലൊരു യോഗം നടക്കുന്നു. ഇത്ര ആളൊന്നുമില്ല, ദൂരെ മാറി ശ്രദ്ധിച്ചെങ്കിലും ഹൃദയത്തിലൊരു ആഗ്രഹം, ഇവർ പ്രാർത്ഥിച്ചാൽ യേശു സൗഖ്യമാക്കും. മുൻപോട്ട് ചെന്നു, പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. അവിടെയുള്ള ദൈവമക്കൾ ചുരുക്കം പേരാ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ദാസന്മാര് ചിലര് എന്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. ആ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. നിന്നെയും സൗഖ്യമാക്കുവാൻ അവിടുന്ന് മതിയായവനാ. അതുകൊണ്ട് യേശുവിന്റെ അടുക്കൽ ആർക്കും വരാം, ഏത് സമയത്തും വരാം. ദൈവത്തിന്റെ മകത്ത. അപ്പൊ എന്താണ് സുവിശേഷം? അത് പറഞ്ഞു വെച്ച് നമ്മൾ എടുത്ത വാക്യത്തോട് കൂട് പുലർത്തുന്ന പോലെ എന്താ സുവിശേഷം? സുവിശേഷം പറയുന്നത് ഒരു വ്യക്തിയ, അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. ഒന്നുകൂടെ വായിച്ചോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതാകുന്നു എന്റെ സുവിശേഷം. ദൈവത്തിന്റെ മകത്ത്. അപ്പൊ സുവിശേഷം ക്രിസ്തുവാ. ഇനി എന്തിനായി സുവിശേഷം? സുവിശേഷം യേശുവാ. എന്തിനായി സുവിശേഷം? എന്തിനാ? കുറെ പേരുടെ വൈദ്യപ്പഴപ്പ് മാറാൻ. അല്ല, ചിലരുടെ ധാരണ അങ്ങനെ. ചെല്ലി പറഞ്ഞു കേട്ടില്ലയോ, ആൾക്കാരെ എല്ലാം കൂട്ടി വെച്ച് കണ്ണടച്ച് ഫോട്ടോ എടുക്കുക, എന്നിട്ട് അമേരിക്കക്ക്. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നോക്ക്, പ്രാർത്ഥിക്കാൻ പോലും കണ്ണടയ്ക്കുന്നില്ല, പിന്നെ ആ ഫോട്ടോയ്ക്ക്. ഉപദേശം പറയാ പ്രാർത്ഥിക്കാം, ഉടനെ കണ്ണ് തുറന്ന് നോക്കുക ആരാന്ന്. അന്നേരം പറയാ പ്രാർത്ഥിച്ച് കണ്ണടച്ച് അല്ല, നീ ഉള്ളോട്ട് വാ. ഒരെണ്ണം കണ്ണടയ്ക്കുന്നില്ല. പിന്നെ ചിലരുടെ ധാരണ ഇവിടുന്ന് ഫോട്ടോ എടുത്ത് കൊടുത്താണ് അമേരിക്കക്കാർ നല്ല ഏലായി. വിളഞ്ഞ വിത്തുകളാണ് അവിടെ ഇരിക്കുന്നത്. ഒരിക്കൽ ഞാൻ
ഒരു സ്ഥലത്ത് നിന്ന് എറണാകുളത്താ ഓട്ടോയിൽ കയറി. ഓട്ടോ നിരന്ന് കിടക്കുക. ഞാൻ കയറിയ ഓട്ടോയുടെ തൊട്ട് പുറകിൽ കിടന്ന ഒരു ഓട്ടോയിൽ ഒരു സായിപ്പും കയറി. ഞാൻ കണ്ട സായിപ്പ് കയറുന്നത് ഒരു സ്ഥലത്ത് നിന്നാണ് കയറിയത്. എനിക്ക് ആംഗലേയ ഭാഷയൊന്നും വശമില്ല. പുള്ളി പുറകിലത്തെ ഓട്ടോയിൽ കയറി, ഞാൻ ഫ്രണ്ടിലത്തെ ഓട്ടോ. ഞങ്ങളൊന്നിച്ചൊന്നും പരിചയവുമില്ല. കയറുന്ന കണ്ടു, അയാൾ എങ്ങോട്ടേലും പോവുമായിരിക്കും. ഞാൻ ചെന്നിറങ്ങിയ അവിടെ ആ പുള്ളിയും വന്നിറങ്ങിയത്. എൻ്റെ കൂടെ വന്നതല്ല. അപ്പം ഓട്ടോക്കാരനോട് ചോദിച്ചു, ഞാൻ ചോദിച്ചു എത്ര രൂപയായി? 75 ഞാൻ കൊടുത്തു. 100 കൊടുത്തപ്പോൾ ഇങ്ങോട്ട് തന്നു. സായിപ്പൻ ചോദിച്ചു അവനോട്. അപ്പൊ അവനും പറഞ്ഞു 75 എന്ന്. അയാൾ ജീവൻ പോയാൽ കൊടുക്കുകയല്ല. എനിക്ക് തോന്നുന്നു രണ്ടുപേരും കൂടെ കണ്ട ഇംഗ്ലീഷ് തെറി പറഞ്ഞെന്നാ തോന്നുന്നത്. എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേലാഞ്ഞത് കൊണ്ട് അറിഞ്ഞത്. കാരണം മുഖഭാവവും ചൂട് കണ്ടപ്പം നല്ല ഡാഷ് എന്നാ പുള്ളി പറഞ്ഞത് എന്ന് എനിക്ക് തോന്നി. ഓട്ടോക്കാരന് 75 വേണം, സായിപ്പൊട്ട് കൊടുക്കുകയില്ല. അത് അത്ഭുതമെന്നല്ല. അയാൾ ഉടനെ ബാഗ് തുറന്നു വെച്ച് ലിസ്റ്റ് എടുത്ത് കാണിച്ചു. ഇന്നട മുതൽ ഇന്നടം വരെ ടാക്സിക്ക് ഇത്ര, 3 വീലറിന് ഇത്ര, 2 വീലറിന് ഇത്ര. അപ്പൊ ഓട്ടോക്കാരൻ പറഞ്ഞു 50 മതിയെന്ന്. ഹായ് പറഞ്ഞു പോലീസിനെ വിളിക്കുമെന്ന് കണ്ട് പറഞ്ഞു. അപ്പൊ ഞാനാണോ എടുക്കാൻ സായിപ്പാണോ? ഞാൻ 75 കൊടുത്ത് വെച്ച് സായിപ്പ് 25 തിരിച്ച് 50 തിരിച്ച് പഠിക്കുന്ന നോക്കി നിൽക്കുക. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് പലർക്കും പല ധാരണയാ. എന്തിനായി സുവിശേഷം? കുറെ ആൾക്കാരുടെ വൈദ്യപ്പഴപ്പൻ അല്ലല്ല. കുറെ ആൾക്കാര് സാമ്പത്തിക ഭദ്രത ഉണ്ടാകാൻ, ഇല്ലെന്നൊന്നും പറയുന്നില്ല, അതിനല്ല. ഒരു ജോലി മേലെ കൂലി ഇല്ലാത്ത കുറെ എണ്ണം നടപ്പുണ്ട്. അതിനാണ് സുവിശേഷം. അല്ല. എന്തിനാ സുവിശേഷം? വായിച്ചോ, അറിവുള്ള വാക്യമാ. തീത്തോസ് 2:11-12. തീത്തോസ് 2:11-12. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പിന്നെ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട്. എല്ലാ വാക്യവും വായിപ്പിക്കുന്നില്ല. അപ്പോൾ എന്താണ് സുവിശേഷം? സുവിശേഷം യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? ഇപ്പോൾ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സകല മനുഷ്യരുടെ രക്ഷയ്ക്ക, സകല മനുഷ്യർക്കും രക്ഷാകര. അപ്പോൾ സകല മനുഷ്യരും രക്ഷപ്പെടാൻ വേണ്ടിയാ സുവിശേഷം. എന്തുവായി രക്ഷപ്പെടുക എന്ന് ഉദ്ദേശിക്കുന്നത്? നിത്യ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക. ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള നരകമുണ്ടെന്ന് ഹൈന്ദവ പുരാണമൊക്കെ പഠിക്കുന്നവർക്കറിയാം. പല നരകങ്ങളെ പറ്റിയാ പറയുന്നത്. താമിശ്രം, അന്ധതാമിശ്രം, വൈതരണി, കുംഭിഭാഗം, ഭൂയോദകം, അസിഭത്രം, മുഴുവൻ നരകമാ. എനിക്കറിയാം, അമ്മയെ നാട്ടുകാര് ചിലര് വിളിക്കുന്നത് വൈതരണി പെണ്ണമ്മയെന്നാ. പെണ്ണമ്മയെന്നാ പേരെന്നാലും പേരിട്ടേക്കുന്നത് വൈതരണി പെണ്ണമ്മ. വൈതരണി ഒരു നരകമാ. വൈതരണി ആ അമ്മ നടന്നു വരുമ്പോ വൈതരണി പെണ്ണമ്മ വരുന്നെന്ന്. വൈതരണ്യാക്കയാകുന്നത് തൃഷ്ണയും. എഴുത്തച്ഛൻ അങ്ങനെ കൊടുത്തേക്കുന്നത്. സന്തോഷമാകുന്നതെന്ന് അന്തരം മനം ചിന്തിച്ചു ചാന്തിയെ തന്നെ ഭജിക്ക നീ. വൈതരണ്യാക്കയാകുന്നത് തൃഷ്ണയും. പണ്ട് പഠിച്ചതാ, സ്കൂളിൽ പഠിച്ചില്ലയോ? അയ്യോ, മോളെ ലക്ഷ്മണോപദേശം. കൊച്ചുങ്ങളൊന്നും പള്ളി കൊടുത്തു. നിങ്ങൾ പഠിച്ചില്ലേ? സൗമിത്രേ കുമാര നീ കേൾക്കണം. പഠിച്ചല്ലേ? കൊച്ചുങ്ങൾക്ക് അത് തുടക്കം അറിയാൻ മേലാതായി പോയതാ.
പഠിച്ചല്ലേ മോളെ? സൗമിത്രേ, സുമിത്രയുടെ പുത്രൻ അതാ. സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ലമെന്റെ ആർക്കുമെന്നുള്ളതും നിന്നാൽ അതാദ്യമായില്ലോ ഒരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യതേകാദിയും വിശ്വവും നിശേഷ ധാന്യതനാദിയും സ്വപ്നമല്ലെങ്കിലും. പണ്ട് പഠിച്ചതാ. എന്നാ വെച്ചാ എന്താ മോളെ പറഞ്ഞേ? ഏതാണ്ട് പറഞ്ഞു, ഇവിടെതാണ്ട് പറഞ്ഞു. പഠിക്കാൻ പെട്ടത് പാടാണോ? ഭോഗങ്ങൾ ഓരോഷണ പ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്ക നീ വാക്കിനി നന്ദപ്ത ലോകസ്ഥാമ്പ് ബിന്ദുന സന്നിപം മർദ്ദിജന്മൻ ക്ഷണഭങ്കുരം മയമായി പരിണാമിയായ ഒരു കായം. സാമ്പാറിനകത്തിടുന്നതല്ല, മായാമയമായി പരിണാമിയായ ഒരു കായം വികാരിയായുള്ള നിതുദ്രുപന്തേകോഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പ് തന്നെ നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമല്ലായതെന്ന് അറിയ നീ ലക്ഷ്മണ. അതിനകത്തൊരു ഭാഗമാ വൈതരണ്യാക്കിയാകുന്നത് തൃഷ്ണയും. വൈതരണി നരകമാ. നരകത്തിൽ ചെന്ന് പെടാനുള്ള കാരണം എന്നാ? തൃഷ്ണ, ആഗ്രഹം, മോഹം. അതാ മോഹം. അതുകൊണ്ടാ വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്, മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്. മോഹം ഗർഭം ധരിച്ച് എന്നിട്ടോ പാവം ഉടുത്തിട്ട് ഇതുങ്ങൾ ചേടുത്ത അനിയത്തിമാരാ. ആരാ മോഹം? മൂത്തത് ചേടുത്തി മോഹമാണെന്ന് തോന്നുന്നു. അപ്പോൾ നരകമുണ്ട്. ചാകാത്ത പുഴു, കെടാത്ത തീയ, ഗന്ധകം, പല്ലുകടി, കരച്ചില്. ആ നിത്യ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവൻ സത്യസുവിശേഷം. യേശു ക്രിസ്തു ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? രക്ഷപ്പെടാൻ. സകല മനുഷ്യനും രക്ഷപ്പെടാനാ. ഒരു വിഭാഗക്കാരോ ഒരു ഗ്രൂപ്പുകാരല്ല. ഈ ദേശവാസികളെല്ലാം രക്ഷപ്പെടണം. സകല ഭവനങ്ങളും രക്ഷപ്പെടണം. എന്നെ കേൾക്കുന്ന സകല വ്യക്തികളും രക്ഷപ്പെടണം. ഒരു കുടുംബം പോലും നശിച്ചു പോകരുത്. ഒരു വ്യക്തികൾ പോലും തകർന്നു പോകരുത്. ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ദോഷമുണ്ടാകരുത്. ഈ ദേശത്തുള്ള എല്ലാ ഭവനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ കുടുംബങ്ങളെ ആശീർവദിക്കട്ടെ. എല്ലാ വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ശബ്ദപരിധി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാൻ ഒറ്റ വഴി, ഒറ്റ മാർഗം യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ. വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ, വല്ലഭ പരന്താൻ പരിശുദ്ധ മകത്വ പരാപരന്താൻ മനമേ, മകത്വ പരാപരൻ. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ മനമേ. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ജോജി പാസ്റ്റർക്ക് കാശ് വന്നങ്ങനെ കിടന്ന് തെള്ളിയിട്ട് അന്നാ ഒരു യോഗം വെക്കാന്നോർത്ത് എനിക്ക് വന്ന് പരുവക്കേടാന്ന് തോന്നുന്നു. എന്തിയാ കണ്ടില്ല? ഞാൻ കണ്ട് ചില പരുവക്കേടുള്ള അധ്യക്ഷൻ കൂടെ എനിക്കറിയാം. സ്തോത്രം. അപ്പൊ ആ മാന്യ കർത്തൃദാസനെ കാശ് കണ്ടവാനും വന്ന് തെള്ളിയല കൊണ്ട് നടത്തുകയല്ല. അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആഗ്രഹം, ഈ സഭയുടെ ഉള്ളിലെ ആഗ്രഹം, കൂടപ്പെട്ടവരുടെ ഉള്ളിലെ ആഗ്രഹം, സകല മനുഷ്യരും രക്ഷപ്പെടണം. അതിന് 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊണ്ട് കാഴ്ചയും വെക്കണ്ട. ഇരിക്കുന്ന കിടത്ത്, കേൾക്കുന്ന കിടത്ത്, നിൽക്കുന്ന കിടത്ത്, ഒരുപക്ഷെ ഭവനത്തിന്റെ
അല്ലെ സിറ്റൗട്ടിലായിരിക്കുക, അല്ലെങ്കിൽ തിണ്ണയിലായിരിക്കുക, അല്ലെ ടെറസിന്റെ മണ്ടയിലായിരിക്കുക, വഴിത്തലയ്ക്കലോ കിടത്തിണ്ണയിലോ സമീപ സ്ഥലത്ത് അവിടെ നിന്നോ. പക്ഷെ നിൽക്കുന്ന ഇടത്തിരുന്ന്, കേൾക്കുന്ന ഇടത്തിരുന്ന് ഒരൊറ്റ വാക്ക് നീ പറഞ്ഞാ മതി, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും, ആര് കർത്താവിനോട് നിലവിളിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അവിടുന്ന് രക്ഷിക്കാൻ കഴിവുള്ള ദൈവമാ. ഒന്നും കൊണ്ട് യേശുവിന് കൊടുക്കണ്ട. ഇവിടെ പിന്നെ സ്തോത്ര കാഴ്ച എടുത്തത് വിളിച്ചിട്ട് പരുവക്കേട് ആയതുകൊണ്ടാ. കുറച്ചാൽ പിന്നെ സ്ഥലത്തിന് കാശൊന്നും മേടിക്കുന്നില്ലല്ലോ, വാടക ഉണ്ടാച്ചാ. ചാന ദൈവം അനുഗ്രഹിക്കും, അത് ഉറപ്പാ. ഇത് സുവിശേഷമായി ഇവിടെ പറയുന്നത്. 10 ദൈവമക്കൾ ഇവിടുന്ന് സ്തോത്രം ചെയ്യുക, സൂക്ഷിച്ച അനുഗ്രഹം വരും. നല്ല വീടും ചുറ്റുപാടും ഉള്ളവരൊക്കെ വീടിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ അവിടെ ഒരു യോഗം നടത്തണേ. സ്തോത്രം. എല്ലാ വീട്ടിലും മതിയെന്ന് 2 പേര് കേട്ടാൽ മതിയെന്ന്. ഇത് നിർബന്ധിച്ചൊന്നും സമ്മർദ്ദം ചെലുത്തിയല്ല, പറയുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അംഗീകരിക്കുന്നത് അവനവന്റെ തീരുമാനമാണ്. ഇത് മതം മാറ്റുകൊന്നുമല്ല, സമ്മർദ്ദമൊന്നും ഭീഷണിപ്പെടുത്തുകൊന്നുമല്ല. വടിവാളുമായിട്ട് വന്ന് കയറടാ സഭയിലോട്ടില്ലേ, കണ്ടിക്കോ, അങ്ങനൊന്നുമല്ല ഇത്. മുണ്ടുമടക്കി കുത്തിവെച്ച് മീശ പറയും, പിന്നെ ഞാനിപ്പം അങ്ങനൊന്നുമില്ല. അല്ല, അങ്ങനെയൊക്കെ ഉള്ള രീതികളുണ്ട് ചിലർക്ക്. ഇതിനകത്ത് അങ്ങനല്ല. ഇത് സ്നേഹത്തിൻ്റെ ആത്മാവിൽ ശാന്തമായിട്ട് പറഞ്ഞു കൊടുക്കുക, മോനെ ഇതായതിൻ്റെ സത്യം, ഇതായതിൻ്റെ രക്ഷ. അംഗീകരിച്ചാൽ അനുഗ്രഹമാണ്. അതിനാ ഞങ്ങൾ അംഗീകരിച്ചു, അതിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്നുണ്ട്. അതിലേറ്റവും വലിയ വിഷയം എന്നാണെന്നറിയോ? സമാധാനം. ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. ഒരു കാലത്ത് സമാധാനമൊന്നും ഇല്ലാത്തവരാ, സ്വസ്ഥതയില്ല. ഈ മാർഗത്തിൽ വന്ന പ്രശ്നമെല്ലാം തീരുവന്നല്ലേ. ഇടിക്കുന്ന മുഴുവനെണ്ണവും പ്രശ്നമുള്ളതാ ഇല്ലേ? പിന്നെ നോട്ടോ ഇരിക്കുമ്പോഴാണ് എനിക്കറിയാം. ഇപ്പം വേണേ അവർ പറയും ഗ്ലോറി എന്നൊക്കെ പറയും, ചുമ്മാതാ. ഇതുങ്ങളെല്ലാം ഓരോ പ്രശ്നത്തില്ല. പ്രശ്നമില്ലേടാ നിനക്ക്? നിനക്ക് പ്രശ്നമില്ലേ? എല്ലാവർക്കും ഉണ്ട് പ്രശ്നം. ആർക്കാ ഇല്ലാത്ത? നിനക്കൊരു മൊബൈൽ വേണ്ട, നല്ലൊരു മൊബൈൽ. നല്ല മൊബൈൽ വേണോ നിനക്ക്? ഇപ്പം വേണ്ട, എന്നെപ്പോഴാണ് നിനക്ക് വേണ്ടേ? ഇവൻ മൂപ്പ, അവന് നല്ല ക്ലാസ് കിട്ടുന്നുണ്ട്. ദൈവത്തിന്. നിന്റെ പേരെന്നാ? നല്ല പേരാന്നല്ലേ. നിങ്ങൾ ഇരട്ടകളാന്നോ ചേട്ടനും അനിയനും ആന്നോ? ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി. ദൈവത്തിന് മഹത്വം, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മാർഗത്തിൽ വരുമ്പോ പ്രശ്നമെല്ലാം തീരുവെന്നല്ല. പക്ഷെ ഈ മാർഗത്തിന്റെ ശ്രേഷ്ഠത എന്നാന്നറിയോ? പ്രശ്നങ്ങളുണ്ടെങ്കിലും സമാധാനമാണ്. ഞാനെപ്പോഴും പറയും, ഈ ചിലര് 50 ലക്ഷം രൂപയുണ്ട് കടം, 50 ലക്ഷം ഉദാഹരണമാ, 50 ലക്ഷം കടം. കുറെ നാൾ കഴിഞ്ഞപ്പോ കേട്ടത് തൂങ്ങിച്ചത്തു, അല്ലെ വിഷം കഴിച്ചു, കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്തു. ആർക്കും വരാതിരിക്കട്ടെ. ചിലര് അങ്ങനെ സംഭവിച്ചു, നമുക്കിപ്പോഴും ദുഃഖമാണ്. പക്ഷെ 50 ലക്ഷം കടം ഒരു മാർഗവുമില്ല, പ്രത്യാശയില്ല, നിരാശയാ. ഒടുവിൽ പിന്നെ 1 ലക്ഷമേ ഉള്ളൂ, ആത്മഹത്യ. അങ്ങനെ ജീവിതങ്ങൾ പൊലിഞ്ഞു പോയവരെ നമുക്കറിയാം. ഇപ്പോഴും അങ്ങനെയുള്ളവരെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇടയിൽ ചിലർക്ക് 50 ലക്ഷമല്ല 80 ലക്ഷം കടവാ. 80. എന്നാൽ ആ യോഗത്തിന് വന്നിട്ട് ആ ഇരിപ്പും കയ്യടിയും പാട്ടുമൊക്കെ കണ്ടാൽ ചിലരെ 80 ലക്ഷം കടവാ. അമ്മാമ്മ രക്ഷിക്കപ്പെട്ടു, അച്ഛൻ അത്ര രക്ഷാന്തരണയോ അല്ലെങ്കിലും കൂടെ വരുന്നുണ്ട്. 80 ലക്ഷം കടത്തി നിൽക്കുക. ഞായറാഴ്ച ആയപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ വരുന്നില്ലെന്ന് പ്രാർത്ഥനയ്ക്ക്. കടക്കാർ വരും, ആകെ പ്രശ്നമാണ്. ഉടനെ തള പറഞ്ഞു, വാ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണ്ട, വാ. ഞാൻ വരുന്നില്ല, വാ. എടി കടമാടി ആൾക്കാർ പ്രശ്നമായി, എനിക്ക് ജീവിക്കണം, നിങ്ങൾ വാ മനുഷ്യനെ, പ്രാർത്ഥനയ്ക്ക് വാ. നിർബന്ധിച്ച് അമ്മാമ്മ ഭർത്താവിനെ വരാ. കുളിച്ചില്ല, ഇന്ന് കുളിക്കണ്ട, വാ, ഇനി കുളിച്ചാൽ പിന്നെ സമയം പോവുക. ചിലപ്പോൾ ഒന്ന് മുഖം കഴുകി അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് ഡ്രസ്സ് വിട്ട് വരിക. 80 ലക്ഷം കടവല്ലേ? 80 ലക്ഷം. 50കാരൻ തൂങ്ങിച്ചത്തു. ഇത് 80.
കടം കയറി മുടിഞ്ഞു നിൽക്കുക, എന്നാലും നിർബന്ധിച്ചു ബൈക്ക് എടുക്ക്. അടിച്ചിട്ടും ഒന്നും സ്റ്റാർട്ടാകുന്നില്ല, കാരണം നിരാശയുടെ അടിയാ. അതിനെ പുള്ളിക്കാർ സ്തോത്രം സ്റ്റാർട്ടാക്കണം സ്തോത്രം. പുള്ളി അതിനെ അടിക്കുക. ഒടുവിൽ അമ്മാമ്മ ഉറി എന്ന് പറഞ്ഞ ആത്മാവ് നിറഞ്ഞപ്പോൾ പുള്ളി ബൈക്ക് ചരിച്ചു വെച്ച് ഒരടി സ്റ്റാർട്ടായി. തള്ളയും കയറി ഇറന്ന് പതുക്കെയാ പോകുന്നില്ല. 80 കടവല്ലേ, 80 ലക്ഷം. ആ പോകൊക്കെ കണ്ട വളരെ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതുപോലെ. അവിടെ ചെന്ന് ഉദാഹരണമാ, സഭാഗോളിൽ ചെന്ന് ഏറ്റവും പുറകിലിരിക്കുക 80 ലക്ഷം കടം. അപ്പോൾ ഞങ്ങളുടെ പെന്തിക്കോസിന്റെ രീതി അങ്ങനെയാണ്. അത് വന്ന് കണ്ടെങ്കിലേ അറിയുള്ളൂ. പെന്തിക്കോസിന്റെ രീതി പാഷന്മാരങ്ങോട്ട് 10 യോഗമെങ്കിൽ ഒരു 9:45 വരുന്നത് സ്തോത്രം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കും ആരൊക്കെയാ വരുന്നത്. സ്തോത്രം ഞങ്ങളുടെ രീതി ഇതാ. അപ്പോൾ 10 ആകുമ്പോൾ പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങും. 80 പുറകെ ഇരിപ്പുണ്ട്. പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങുമ്പോൾ പ്രാർത്ഥന കഴിയുമ്പോൾ പറയും നമുക്ക് പാട്ട് പാടി ദൈവത്തെ ഇപ്പോഴത്തെ വട്ടുപാട്ട് പാടരുത്. നല്ല പാട്ടുണ്ട്. സഭായം തുടങ്ങുമ്പോൾ നീ പാടുക. 80 ലക്ഷം കടക്കാരൻ അവിടെ ഇരിക്കുക, നീ ഒന്ന പാടുക. വായ്പ വാങ്ങാനിട അവൻ എഴുന്നേറ്റ് അന്നേരം പോവും. കടം കയറി മുടിഞ്ഞു വന്നവനോട് ഇവിടെ നിന്ന് പാടുക. വായ്പ വാങ്ങാൻ ഇടം. വേറെ പാട്ടുണ്ടേ, സ്തോത്രം. ആ പാട്ട് ഞാൻ 1-2 പാട്ടങ്ങ് പാടുക. അപ്പോൾ ആദ്യത്തെ പാട്ട് ഇങ്ങനെ: നാറ്റം പിടിച്ചു ഞാൻ ചേറ്റിൽ കിടന്നപ്പോൾ ഏറ്റിയ കർത്തനെ വാഴ്ത്തും നീ വാഴ്ത്തിടും ഞാൻ എൻ്റെ രക്ഷകനെ എന്നും സ്തോത്രം ചെയ്യും തന്റെ വൻ കൃപയ്ക്കാ. അപ്പൊ ഇങ്ങനെ പാട്ട് പാടുമ്പോ 80 പുറകിൽ ഇരിപ്പുണ്ട്. 80 ചെറുതായിട്ടൊന്ന് കൈ അനക്കും, താളം പിടിക്കും. ഇങ്ങനെ ഇത്രേ ഉള്ളു 80. ആ പാട്ട് കഴിയുമ്പോ പാസ്റ്റർ പറയും അത് ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടാ, സ്തുതിഗീതമാണ്. ഒരു പാട്ടുകൂടെ പാടാൻ പറയും. അപ്പൊ ഒരു പാട്ടുകൂടെ പാടുമ്പോ ചിലപ്പം നടത്തിപ്പുണ്ടെങ്കിൽ ഞങ്ങള് ചിലപ്പോ ഒരു പാട്ട് പാടും. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാ ജീവിതം പാരിലെന്തുള്ളൂ. ഓ മകൾ ഭാഗ്യമാ ജീവിതം പാരിലെന്തുള്ളൂ. കഷ്ടതയും പട്ടിണിയും ഏടും നേരം, കഷ്ടതയും പട്ടിണിയും ഏടും നേരം മനക്ലേശം കൂടാതെ ശക്തി നൽകുന്ന മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്നു. ഓ ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം. പാരിലെന്തുള്ളൂ. ഓ ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. അപ്പൊ ഈ പുറകെ വന്നിരുന്ന 80 ഇച്ചിരിയുടെ മുറുക്ക കൈ അടിക്കും. അങ്ങനെ അതിന്റെ രീതി അതാ. ആദ്യത്തതിന് 2 പേരിൽ വെച്ച് അനക്കിയതേ ഉള്ളൂ. 2ാം പാട്ടിന് പുള്ളി അപ്പോൾ ഉപദേശി പറയും സഭായുഗത്തിന്റെ അനുഗ്രഹത്തിനായി സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് ഒരാളും സഹോദരൻ ഞങ്ങളുടെ ആരാധനയുടെ സാധാരണ രീതിയായി പറയുന്നേ. അപ്പോൾ ഇതൊന്നും അറിയാത്ത മോള് കയറി പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളെ കൂട്ടുവരുത്തി ഒരാഴ്ച മുഴുവൻ സൂക്ഷിച്ചു, അനർത്ഥത്തിൽ നിന്ന് വിടുവിച്ചു, കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും വിടുവിച്ച് ഒന്നിച്ചു കൂടുവാൻ ദൈവം കൃപ നൽകി. ഈ പകൽ ആരാധനയിൽ ആരെങ്കിലും മനോദുഃഖത്തോടെ വന്നെങ്കിൽ അവർ സന്തോഷത്തോടെ തിരിച്ചു പോകണം. ആമൻ. വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട് കൊടുക്കുന്ന നിന്റെ ശക്തി അവരുടെ മേൽ പകരണം. കടഭാരത്താൽ വലയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ആരാധന കഴിയുമ്പോൾ അവൻ ബലപ്പെടണം. അന്നേരം 80 ഒന്നളവും. അമ്മാമ നിർത്തി കഴിയുമ്പോൾ ജോർച്ചാൻ ഒരു പ്രാർത്ഥന, അച്ഛൻ പ്രാർത്ഥിക്കുമല്ലോ, ജോർച്ചാൻ പ്രാർത്ഥിക്കും. കർത്താവേ ഞങ്ങള് കൂടി വന്നിരിക്കുന്നു, സഭായകം അനുഗ്രഹമാക്കണം, നല്ല സങ്കീർത്തനങ്ങൾ, ദൂതുകൾ, പ്രബോധനങ്ങൾ നൽകണം. രോഗത്താൽ ഭാരപ്പെടുന്നവർ, കടഭാരത്താൽ വലയുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ആമേൻ സ്തോത്രം, പല വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽ ആരാധനയ്ക്ക് വന്നെങ്കിൽ സൗഖ്യത്തോടും വിടുതലോടും തിരിച്ചു പോകുവാൻ കൃപ നൽകണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ രീതി. അന്നേരം 80കാരൻ പയ്യ വേറെ വസ്തു ഇഞ്ഞെടുക്കും, അതിനെ എടുക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഉപദേശം പറയും നമുക്കെല്ലാം എഴുന്നേറ്റ് നിന്ന് സങ്കീർത്തനം പാടി ദൈവത്തെ
നമുക്കെല്ലാം 46-ാം സങ്കീർത്തനം വായിക്കാം. ഉടനെ വായിക്കുക. ദൈവം നിങ്ങളുടെ സങ്കേതവും ബലവുമാകുന്ന കഷ്ടങ്ങളിൽ അവനേറ്റവും അടുത്ത തുണയായിരിക്കുന്നത് കൊണ്ട് പർവ്വതങ്ങൾ അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഭയപ്പെടുകയില്ല. അപ്പോൾ ഈ സങ്കീർത്തനം വായിച്ചതിന്റെ പരുവത്തിന് ഉപദേശി ഒരു പ്രസംഗം പ്രസംഗിക്കുമ്പോൾ 80 കേറി മൂക്കും. ഞങ്ങളുടെ രീതി. അപ്പൊ പിന്നെ ഒരു സാക്ഷിക്ക് സമയം കൊടുക്കുമ്പോൾ പഴയ അമ്മ എഴുന്നേറ്റ് ഒരു സാക്ഷി പറയും. ദൈവത്തിന് മഹത്വം. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണു നീർ കൂട്ടിച്ചെന്നാലും അതേകി ദുഃഖത്താൽ ചെയ്യിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും ഓ യാത്ര ചെയ്യൂ ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടൂ രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ചുരുക്കി പറഞ്ഞാൽ അമ്മ എഴുന്നേറ്റ് പറയും, കഴിഞ്ഞ 30 വർഷമായിട്ട് ദൈവം എന്നെ നടത്തി. കഷ്ടങ്ങൾ, കടഭാരങ്ങൾ, രോഗങ്ങൾ, പീഡകൾ, പോരാട്ടങ്ങൾ വന്നു. ദൈവം എന്നെ നിർത്തി. ദൈവമക്കളുടെ പ്രാർത്ഥന കോട്ടയായിരുന്നു. ഇനിയും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന. അമ്മ ടമ്മെന്നിരിക്കും. 80 ആടി മൂക്കും. ഒരു മരുന്നും കൊടുക്കണ്ട, സൈക്കാട്രിയും കൊണ്ട് കാണിക്കണ്ട, കൗൺസിലിങ്ങിനും ആള് എന്താണ് വിഷയം? നമ്മൾ 80 എങ്ങനെ സംഭവിച്ചു? ഇതൊന്നും വേണ്ട, ഒറ്റ സഹായം കൂടിയാൽ മതി. അത് കഴിയുമ്പോൾ ഞങ്ങളെ പോലെ ആരെങ്കിലും ഗസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഒരു പ്രസംഗവും കോള് കൊള്ളിച്ചൊരു പ്രസംഗം നല്ല തടിപ്പുറത്തെ വെടി പോലെ ആകും. യോഗം കഴിയുമ്പോൾ അവൻ ആദ്യം ചാടി വരും, മൊളി അടി എന്ന് പറയും. ഒറ്റയടിക്ക് ബൈക്ക് സ്റ്റാർട്ടാകും. 7 അടി അടിച്ചിട്ട് സ്റ്റാർട്ടാകാഞ്ഞ ബൈക്ക് അവൻ ഈ സഭായം കഴിയുമ്പോൾ ഒറ്റയടിക്ക് സ്റ്റാർട്ടാക്കി മോളി ഏറി അങ്ങോട്ടിരുന്ന് വീശിക്കൊണ്ടാ പായിപ്പാട് പാലം കയറി പോകുന്നത്. ഇതിൻ്റെ ആരാധനയുടെ രഹസ്യം. അല്ലാതെ അമേരിക്കക്കാരൻ കാജ് തന്നതോ കള്ളപ്പണം അടിക്കുന്നതോ സ്തോത്രം ആളെ കൂട്ടാനുള്ള മാർഗം ഒന്നുമല്ല. ഇത് ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. ദൈവത്തിന് മഹത്വം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇതാണ് പെന്തിക്കോസ്. ഇതാ പെന്തിക്കോസ്. ഇതിന്റെ ആരാധനയുടെ മാധുര്യവും മഹിമയും അനുഭവിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. പക്ഷെ ഇതിനകത്ത് കുഴപ്പടിക്കാരുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പണ്ട് വെള്ളാപ്പള്ളി ആന്ന് തോന്നുന്നു പറഞ്ഞു, ഈ സ്വാമിമാരെല്ലാം കള്ളന്മാരാന്ന് ആരാണ്ട് പറഞ്ഞു. പുള്ളി പറഞ്ഞു സ്വാമിമാരെല്ലാവരും ഒന്നും കള്ളന്മാരല്ല, എന്നാൽ ചില കള്ളന്മാർ സ്വാമിമാരായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാ അതിൻ്റെ ശരി. പ്രശ്നം വന്നപ്പോഴേ സ്വാമിമാരെല്ലാം കള്ളന്മാരാണ്. അദ്ദേഹം പറഞ്ഞു സ്വാമിമാരെല്ലാവരും ഒന്നും കള്ളന്മാരല്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് കുറെ കള്ളന്മാര് നാളെ സന്തോഷ് സ്വാമി, യോ നിങ്ങൾ കേരളത്തിൽ തന്നെയാണ്, ഇത് കേരളമല്ലേ? എന്ന് പറഞ്ഞതുപോലെ പെന്തിക്കോസുകാരെല്ലാം കള്ളന്മാരല്ല. എന്നാ ചില കള്ളന്മാർ അടുത്ത കാലത്തൊക്കെ അടുത്ത കാലത്തല്ല ആരംഭം മുതലേ ഉണ്ടെന്ന് നിങ്ങൾ എന്നെ തുറച്ചു നോക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ജീവിക്കുന്ന ദൈവമക്കളുണ്ട്. വിശ്വസ്തയോടെ, പരമാർത്ഥതയോടെ, വിശുദ്ധിയോടെ, പ്രമാണം കാത്ത് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന 1 അല്ല 10 അല്ല 100 കണക്കിന് ദൈവമക്കളുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പൊ കള പറിച്ചാൽ നെല്ലിന് കേടാ. അതെ, ഇപ്പൊ കള പറിച്ചാൽ നെല്ലിന് കേടാ. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ കള അവിടെ നിൽക്കട്ടെ. തന്നെയല്ല, നമ്മൾ അപ്പർ കുട്ടനാടും കുട്ടനാടുകാരും ഒക്കെ അല്ലയോ ഈ നെല്ല് കതിരായി അത് പാല് വന്ന് മുറുകും തോറും ഇത് വിളയും തോറും തലക്കം. പക്ഷെ കള എങ്ങനെ ആയിരിക്കും? നിങ്ങളെ ഇത് പഠിപ്പിക്കുമൊന്നും വേണ്ടല്ലോ. നമ്മൾ പറയാം മൊത്തം കവടയാന്നാ തോന്നുന്നത്. കവട തന്നെയല്ല, നെല്ലുണ്ട്. പക്ഷെ അവനിങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഉണ്ടെന്ന്. പണ്ട് ഞങ്ങളുടെ അടുത്ത ഒരു അച്ചായനുണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല കാരണം ലൈവ് ആയതുകൊണ്ടാണ്.
പുള്ളിയുടെ നാക്ക് കരുനാക്കാണ്. ആ നാട്ടുകാർ അയാൾ എന്നാ പറഞ്ഞാലും നശിച്ചു പോകും. ഒരിക്കൽ നടന്നു പോയി പറഞ്ഞ തങ്കമ്മ കപ്പളങ്ങ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിടിച്ചു കിടക്ക ഓമയ്ക്ക. അയാൾ വളവ് തിരിഞ്ഞപ്പോൾ ഒരു കാറ്റ് നടിഞ്ഞ താഴെ വീണ്. പുള്ളി വരുമ്പം ആൾക്കാർ, വേറൊരു വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ 2 പേര് മോട പിള്ളേരാ. പിള്ളേര് പന്ത് തട്ടുന്നു, ഓലപ്പന്ത്. പുള്ളി അതിൽ വന്നപ്പോൾ ഇതാരാ? അപ്പം അവർ പറഞ്ഞു മോട കൊച്ചുങ്ങളാ. നന്നായിട്ടിരിക്കുന്നല്ലോ. അയാൾ വളവ് തിരിയുന്നതിന് മുന്നേ വയറ്റിലെക്കാൻ തുടങ്ങി. കൊച്ചുങ്ങൾ 2 ദിവസം നിർത്താതെ അത്രയ്ക്ക് നാക്കാരെന്നാ പറയുന്നത്. അപ്പൊ ഒരിക്കലേ നാക്കത്ത അതാ. അതിന് പുള്ളിയെ ഒരാള് കണ്ടെത്തി മുഴുവൻ കവട. അപ്പം പറഞ്ഞു, പുള്ളിയെ വിളിച്ചോണ്ട് പോയി ഇത് മുഴുവൻ കവടയാണല്ലോ എന്ന് പറഞ്ഞാൽ മതി, മൊത്തം പൊക്കോള് വന്ന്. പുള്ളിയെ കൊണ്ടുപോയി. അതൊരു നല്ല മാർഗ്ഗമാണ്. പുള്ളിയെ വിളിച്ച് കാപ്പിയും കൊടുത്ത് 10 അന്നത്തെ കാലത്ത് 10 രൂപയും കൊടുത്ത്, അച്ഛാ മുഴുവൻ കവടയാ, ഒന്ന് നോക്കിയേച്ച് പോകാൻ. പുള്ളി വന്നേച്ച് പറഞ്ഞു, യോടി ഇത് മുഴുവൻ കവടയാന്നല്ലോടാ, എന്നാൽ ഈ ഇടയ്ക്കുള്ള മണി അത് മുഴുവൻ പോയി. അങ്ങനത്തെ നാക്കൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഈ കവടയാ ഇങ്ങനെ നിൽക്കുന്നത്, അതാ എല്ലാരും കാണുന്നേ. അതുകൊണ്ട് ഒരു കാര്യം പറയാ, സ്തോത്രം, ഇതിനകത്ത് ജീവിക്കുന്ന ദൈവമക്കളുണ്ട്. പക്ഷെ ഇപ്പൊ കവട നിൽക്കുക, പറിക്കണ്ട, കൊയ്ത്തോളം നിൽക്കട്ടെ. അതിന് കാര്യം എന്നാ? അയ്യോ ഭീഷമറോ അവിടുത്തെ പക്കല കളത്തെ മുറ്റും വെടിപ്പാക്കുന്ന ഒരു സുദിനമുണ്ട്. അന്ന് നെല്ലും കല്ലും നെല്ലും പതിരും വേർതിരിക്കുന്ന ഒരു സുദിനമുണ്ട്. ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും. ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും. ചെല്ലും നിത്യത മണവാട്ടിയും യുഗയുഗവാനിടുവാൻ. ചെമ്മരിയാടും കോലാടുകളും ചെല്ലും നിത്യത മണവാട്ടിയുമായി യുഗയുഗവാനിടുവാൻ. പുതുയുഗ പുലരിയും പുതുഗാനത്തിൽ ഈരടികൾ കാറാ. പുതുയുഗ പുലരിയും പുതുഗാനത്തിൽ ഈരടികൾ കാറാ. സ്വർഗസിയോൻ പ്രവാസികളെ പ്രഭാതമാകാറാ. പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറാ. പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറാ. പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറാ. അപ്പൊ ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, ഇതാ പെന്തക്കോസ്തിന്റെ മാർഗം. ഓടിച്ചു മുമ്പോട്ട് പോവാ. എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഇനി ആരാ സുവിശേഷം കേൾക്കണ്ടേ? ആരാ കേൾക്കണ്ടേ? നമ്മൾ ചിലരോട് പറയാൻ, അച്ഛാ നിങ്ങളുടെ ആൾക്കാരാണ്ട് അവിടെ ഉണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോ ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം, അണ്ട് അങ്ങോട്ട് ചെല്ല. നമ്മൾ പോകുകയല്ലേ? സുവിശേഷം വേണ്ട. ഞങ്ങള് സിറിയനാ. തോമാസ്ലിഗ വന്നപ്പം ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് വള്ളത്തേൽ ചെറുതനയ്ക്ക് വന്നേ ഉള്ളൂ. വേണ്ട, ഞങ്ങൾ കാരിച്ചാപ്പള്ളി താണ്ടേ ശാരദയും ഗോപാലിനും അവിടെ ഉണ്ട്, അങ്ങോട്ട് ചെല്ല. എന്നാ ശാരദയോടും ഗോപാലിനോടും പറയാം. എന്നാ ശാരദയും സുവിശേഷം നിങ്ങളുടെ ആൾക്കാരാണ്ട് അവിടെ ഉണ്ട്. എൻ്റെ സ്നേഹിത സുഹൃത്തെ, ഇതെല്ലാവരും കേൾക്കണം. ഇഷ്ടമുണ്ടേ അംഗീകരിച്ചാൽ മതി, പക്ഷെ കേൾക്കണം. നല്ല കാര്യമല്ലേ പറയുന്നത്? അപ്പൊ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യൻ രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? 49 സങ്കീർത്തനം 1 വാക്യം 49:1 പെട്ടെന്ന് വായിച്ചു. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പി, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളി. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. എന്തോ കേൾക്കണം? സുവിശേഷം കേൾക്കണം. സകല ജാതികളും. ഞാൻ ആ ഭാഗത്തേക്കൊന്നും അധികം പോകുന്നില്ല. ഗുരുദേവൻ പറഞ്ഞ ജാതി ചോദിക്കരുത്, പറയരുത്,
അതുകൊണ്ട് ഞാനും ഒന്നും പറയുന്നില്ല. എന്നിരുന്നാലും പറയാം, സകല ജാതികൾ ഇത് കേൾക്കണം. ഭിക്ഷു സ്ത്രീയും കൂടെ സംസാരിച്ചപ്പോൾ ആശാൻ എഴുതിയല്ലോ, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. പിന്നെന്തുവാ? എൻ്റെ നാവ് വരണ്ടു. അതും പഠിച്ചില്ലേ? ദാഹിക്കുന്നു ഭഗിനി കൃപാരസം മോഹനം കുളിർ തണ്ണീരിതാശു നീ ഓമലേ തരൂതെല്ലാം നദു കേട്ട് പാട. മനോഹരിയാ. ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നീച്ചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കും ചൊല്ലഴു ആര്യന്മാർ. ജാതി ചോദിക്കുന്നില്ലെന്നാ. അതുകൊണ്ട് ഞാനും പറയും. എന്നാൽ ഒരു കാര്യം, സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാരും കേൾക്കണം. എല്ലാരും അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. അനുസരിക്കുവോ അംഗീകരിക്കുവോ അവനവന്റെ ഇഷ്ടം. പക്ഷെ ഇതെല്ലാരും കേൾക്കണം. അതിനാ ഇത് കേൾപ്പിക്കുന്നേ. അതിനാ മുമ്പേ അച്ചായൻ പറഞ്ഞത്, കൊച്ചനെ നീ എന്നാടാ ഓളിയം കുറയ്ക്കുന്നെന്ന്. അല്ലാതെ കൊച്ചനോട് വൈരാഗ്യം ഉണ്ടായിട്ടോ ഈ യോഗത്തിന് പുള്ളി എതിരായിട്ടോ അല്ല. അതിനല്ലേ പറഞ്ഞേ? പറ. അതോ അവനോട് നേരത്തെ കൊമ്പ് പുറത്ത് തന്നോ? ഒന്നുമില്ല. പേര് ഞാൻ മറന്നുപോയി. ജോസഫ്. നിങ്ങളോട് അച്ചായനൊരു വൈരാഗ്യവും ഇല്ല. കൊച്ചനെ കുറയ്ക്കുന്നത് എന്തിനാടാന്ന് ചോദിച്ചത് ഇതെല്ലാരും കേൾക്കാനാ. എല്ലാരും കേൾക്കണം. ജാതി പറയരുതെന്നാ, പക്ഷെ മനസ്സിലാകാൻ പറഞ്ഞല്ലേ ഒക്കൂ. സംവരണം വരെ ഏർപ്പെടുത്തി വെച്ചിരിക്കുക ഇല്ലേ? യോടി എല്ലാരും കേൾക്കണം. പറയുന്നത് തെറ്റായെങ്കിലും ഞാൻ അങ്ങ് പറയാം, ബ്രാഹ്മണരും കേൾക്കണം. ആദ്യത്വം അവകാശപ്പെടുന്ന ചിലരുണ്ടല്ലോ, കേൾക്കണം. നായന്മാരും കേൾക്കണം, ഈഴവരും കേൾക്കണം, പുലയരും കേൾക്കണം, പറയരും കേൾക്കണം, സാമ്പവരും കേൾക്കണം. എല്ലാവരും കേൾക്കണം. കുറവ സമുദായത്തിൽപ്പെട്ടവരും ഇല്ല. ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതല്ല. അല്ല, അവര് കേൾക്കണം. അയ്യോ, കേട്ടവൻ മാനസാന്തരപ്പെടട്ടെ. ഭവനവേദന ഒന്നും നടത്താതെ, ആൾക്കാരെ കൊല്ലാതെ, എല്ലാവരും മാനസാന്തരപ്പെടും. എല്ലാവരും ഇത് കേൾക്കണം. നാനാജാതി മനസ്സർ ഇത് കേൾക്കണം. സ്തോത്രം. അപ്പൊ സകല ജാതികളും ഇത് ഒന്നുകൂടെ വായിച്ചോ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പി. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. ഇത് കേൾക്കാൻ കൊള്ളാവുന്നതാ. എന്തുവാ? സുവിശേഷം. ഇതേ കേൾക്കാൻ കൊള്ളാവുള്ളല്ലോ. അല്ലാതെ എന്ത് എന്തുവാ കേട്ടാലാ കൊള്ളാവുന്നേ? ലോറി മറിഞ്ഞു മണ്ട വീണ് കേൾക്കാൻ കൊള്ളാവുന്നതാണോ? മനോവേദനയല്ലേ? ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞ അധിക ദിവസമായില്ല, രണ്ടുപേരുടെയും പിതാക്കന്മാരും 4 എണ്ണം. അത് അത്ര കേൾക്കാൻ നന്നായി പോയി, അങ്ങനെയാണോ? അല്ല, ദുഃഖമാ. ഞാനും പോയി കണ്ടു. 4 ഡെഡ് ബോഡിയാ നിരത്തി വെച്ച്. സുഖമുള്ള വാർത്തയല്ല. 3 പിള്ളേരെ ഇട്ടേച്ച് ലില്ലിക്കുട്ടി ഓട്ടോക്കാരൻ്റെ കൂടെ പോയി. ലില്ലിക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. നിന്റെ കാര്യമല്ല പറഞ്ഞേ, ലില്ലിക്കുട്ടിയാണോ ഇരിക്കുന്നത്? അമ്മാമ്മയുടെ കാര്യമൊന്നുമല്ല പറഞ്ഞേ. അമ്മാമ്മ മര്യാദക്ക് ജീവിക്കുക. പോയ ലില്ലിക്കുട്ടി ഉണ്ടെന്ന്. അത് നല്ല വാർത്തയാണോ? അയ്യോ, കുഞ്ഞുങ്ങള് അമ്മയില്ലാതെ ഭാരപ്പെടുന്നു. പുറപ്പിനടിയിൽ കിടന്ന് കാമുകനുമായിട്ട് വർത്താനം പറഞ്ഞു. നല്ല വാർത്തയാണോ? ഭർത്താവ് കൂടെ കിടപ്പുണ്ട്. അന്നേരം അച്ഛൻ അങ്ങോട്ട് നോക്കി. അച്ഛന് മനസ്സിലായ ആരാന്ന്. ഷീബയുടെ കാര്യമാ. ഷീബ വായിച്ചല്ലേ? നല്ല വാർത്തയാണോ? അല്ല, എനിക്ക് തോന്നുന്നില്ല. അമ്മായിയമ്മ ചരവത്തടിക്ക് അടിച്ച് തഴയിലിട്ടു. നല്ല വാർത്തയാണോ? മരുമകൾക്ക് അത് ഇഷ്ടമാ വാർത്ത. അതുപോലുള്ള മരുമകൾ പറയും, ഒന്നേ അടിച്ചോളൂടി. പക്ഷേ നല്ല വാർത്തയല്ലത്. ഇന്നലെ പേപ്പറിൽ കണ്ടു, ഭാര്യയെ തുണ്ടമായിട്ട് നുറുക്കി ഇല്ലേ? നല്ല വാർത്തയാണോ? പൂനെയിലുണ്ടായിരുന്ന ഒരുത്തിയെ പേർഷ്യക്ക് കൊണ്ടുപോയില്ല, മുഖം അടച്ചു ഒറ്റയടി, മൂക്കും വെട്ട അടിച്ചു. വായിച്ചതല്ലേ? യോ,
പേപ്പറിൽ വന്നതാ. പൂനെയിലെ ഭാര്യയോട് ഭർത്താവ് പറഞ്ഞു നിന്നെ ദുബൈക്ക് കൊണ്ടുപോകാന്ന്. അവനെന്തോ തിരക്കായിട്ട് കൊണ്ടുപോകാൻ ഒറ്റയടി മൂക്കാൻ പൊട്ട അവൻ ചത്തു. കൊണ്ടുപോകാമെങ്കിലേ എവിടെയെങ്കിലും കൊണ്ടുപോകാന്ന് പറയാവുള്ളു. അടിച്ചതിന്റെ അല്ല ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വേണം പറയാൻ. നിന്നെ ഞാൻ അയർലൻഡിൽ കൊണ്ടുപാടിയെന്ന്. എപ്പോഴാ മുഖവിടെ ചടി വരുന്നെന്ന്? ഹെൽമെറ്റ് എപ്പോഴും അങ്ങ് വെച്ചോ. അയ്യോ അല്ല, ഇതിൽ ഈ വാർത്തയൊന്നും നല്ല വാർത്തയല്ല. സ്വന്തം മക്കളെ കിണറ്റിലിട്ടു, നല്ല വാർത്തയാണോ? ഒരു സഹോദരിയെ കൊണ്ടുവന്ന് എലന്തൂര് കണ്ടിച്ചു, കടുത്തറത്തന്ന്, നല്ല വാർത്തയാണോ? നല്ല വാർത്തയല്ല. ജനിപ്പിച്ച് കഷ്ടപ്പെട്ട് കുട്ടനാടായതുകൊണ്ട് കട്ടകുത്തി കണ്ടത്തിൽ പോയി ഉഴവ് നടത്തി. ഇപ്പോഴല്ല, പണ്ടത്തെ കാലമാ. കന്നിന് വെച്ച് ഉഴുതേ അപ്പൻ വളർത്തിയ അപ്പൻ, 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മ. ഇന്നത്തെ പ്രസവമൊന്നുമല്ല പണ്ടത്തത്. ഇന്നലെ ആശുപത്രിയിലൊക്കെ ഇപ്പം പ്രഗ്നന്റ് ആയ ഉടനെ അങ്ങ് എല്ലാം ആശുപത്രിക്കാരാ. അയ്യോ എവിടെ പോന്നു? ഹോസ്പിറ്റലിൽ. എവിടാ? ലക്ഷോർ. എന്നാ വിശേഷമുണ്ട്? അവിടാന്ന് അവരതിന് തന്നെ ഇരിക്കുക. കുറെ പേര് പരിശോധന വന്ന് എല്ലാം ബ്ലഡ് അതായത് എല്ലാം എന്തോ ഒരു പരിശോധനയാ. അമ്മയുടെ കൊച്ചുനാളിൽ ഇങ്ങനെ പരിശോധന ഉണ്ടായിരുന്നു അമ്മേ? നല്ല ചേലായി ഉണ്ടായിരുന്നു. ഇത്രയും പരിശോധന ഉണ്ടായിരുന്നു? ഒന്നുമില്ല. എവിടെ പോച്ചാ ഇതോടെ കയറ്റി വെച്ചൊക്കെ പോകാനുള്ള? പോ. ഞാൻ പറയാ, പെണ്ണുങ്ങളുടെ കാര്യം പറയാ, ഞാൻ കേൾക്കാനാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇങ്ങനത്തെ പരിശോധനയൊന്നും അന്നില്ലെന്ന്. പക്ഷേ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ. ഇന്നങ്ങ് പരിശോധന കൂടുന്തോറും കുഴപ്പടിയാ. ഉണ്ടെ അവിടുന്ന് പറയുന്നതിനാ അറിയോ? അനങ്ങരുത്. ആരുണ്ട് കൂടെ? ഹസ്ബൻഡുണ്ട്. വിളി. ഹസ്ബൻഡാ? അനക്കരുത്. അങ്ങോട്ട് ഓട്ടോയില്ല പോയ തുള്ളി തുള്ളി. ഈ പരിശോധന കഴിഞ്ഞപ്പം ഉണ്ണേ അവൻ അനങ്ങരുത്. ഞാൻ തമാശ പറഞ്ഞതല്ല. നേരെ കട്ടിലെ കൊണ്ട് കയറ്റി 5 തലയണ, നടുവിൻ്റെ അവിടെ, കാലിൻ്റെ അവിടെ, പെടലിയുടെ അവിടെ. രാവിലെ അവൻ ബ്രഷും പേസ്റ്റുമായിട്ട് പല്ല് വാ പൊളിച്ച്. കാരണം ഇങ്ങനെ പോലും അനങ്ങരുതെന്നാ. തുപ്പിക്കോ. ഞാൻ നിങ്ങൾ ചിരിക്കാൻ പറയും, ഇതെല്ലാം ബിസിനസ്സാ, കൂടുതലും ബിസിനസ്സാ. ഇപ്പൊ ഒരാൾ പറഞ്ഞു കേട്ട് പാക്കേജാന്ന്. തുടക്കം മുതൽ അങ്ങോട്ട് ചെന്നാൽ മതി. നീ അല്ലയോ പറഞ്ഞ പാക്കേജാന്ന്? എന്നോട് പറഞ്ഞല്ലേ? എത്ര രൂപ എന്നാ പറഞ്ഞ? 35,000 നിങ്ങളുടെ അവിടെ. എന്നോട് പറഞ്ഞതാ. പാക്കേജാന്ന്. അയ്യോ ഇതെല്ലാം ബിസിനസ്സാ. ചുമ്മാ ആശുപത്രിയിൽ ഒന്ന് പരിശോധിച്ച, ചുമ്മാ ഇരിക്കുമ്പോൾ ചെറുക്ക് തോന്നും പരിശോധിച്ചാൽ കൊള്ളാന്ന്. ഉടനെ പറയാം 4 ബ്ലോക്ക് കേറിക്കും. അങ്ങോട്ട് നടന്നു പോയതള്ളയാ. കേറിക്കോ. അങ്ങനെ ഉടനെ കയറരുത്. കുറഞ്ഞ പക്ഷെ ഒരു 3 സ്ഥലത്തെങ്കിലും പോയി പരിശോധിക്കണം. 3 പേരുടെയെങ്കിലും തീരുമാനം അറിഞ്ഞേച്ച് വേണം. അല്ലാതെ കയറിക്കോടെ മനത്താണ്ട് കിടക്കുന്നത് കീറാൻ പറയരുത്. ഇതെല്ലാം ബിസിനസ്സാണ് കൂടുതലും. സൗജന്യ പരിശോധന ഓടുക. എന്റെ പിമ്പിലൊക്കെ വേറെ ഉണ്ട്. അത് നമ്മുടെ വിഷയമല്ല, പോയേക്കാം. 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച അമ്മ, അമ്മയും ജനിപ്പിച്ച് വളർത്തിയ അപ്പൻ, 2 പേരെയും അനാഥശാലയെ കൊണ്ടിട്ടിരിക്കുക. നല്ല വാർത്തയാണോ? മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ ഉണ്ടല്ലോ, അവർ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളുടെ കൂടെ പാർക്കാനും മക്കളുടെ സംരക്ഷണവും സമീപനവും സാമീപ്യവും ഒക്കെ അവരാഗ്രഹിക്കുന്നതാ. അന്നേരം നീ അപ്പനെ അമ്മയും കൊണ്ട് ഇട്ടിരിക്കുക അനാഥശാല. എന്ന് വെച്ചാൽ നീ 5 മണിക്കത്തെ കുർബാനയ്ക്ക് പോവുക. അപ്പനും അമ്മ എവിടാ? അനാഥശാല. എവിടെ പോന്നു ജോയ്ക്കുട്ടി? കുർബാനയുണ്ട്. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. തള്ള എവിടെ കിടന്നേ? നിനക്ക് കരുണ ഉണ്ടാകൂടാ. ഞാനിവിടെ കിടന്ന്. അപ്പനും അമ്മ അനാഥശാലയില്ല. എവിടാ? പെന്തിക്കോസില്. മുടുത്ത ഡ്രം ഒരെണ്ണം മേടിച്ച് അടിക്കുക. ഡ്രമ്മിന്റെ ഒരു വശം പൊട്ടി, ആയം കാരണം. അപ്പനും അമ്മ എവിടാ? അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ വെന്തിക്കോസിൽ പോയിട്ടും ഗുണം വരികയല്ല.
മാതാപിതാക്കൾക്ക് വെള്ളം കൊടുക്കാതെ പോവുക മലയ്ക്ക്. അപ്പനും അമ്മയും നിറന്നിരിക്കുക, നിന്നെ കടുവ പിടിക്കും കേട്ടോ. അപ്പനും അമ്മയ്ക്ക് വെള്ളം കൊടുക്കാതെ മക്കയ്ക്ക് പോവുക, നീ കിടന്ന് പ്ലെയിൻ അറബിക്കടലിൽ താഴും. എടാ, മാതാപിതാക്കളെ ബഹുമാനിക്കണം, അതല്ലേ പുസ്തകത്തിലെ പ്രമാണം. അതാ നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ഇതൊന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല ഈ പ്രസംഗമൊന്നും. നമുക്കെല്ലാം ഇങ്ങനെ എലവൻ കമ്പിയെ പിടിച്ച പോലെ ഇരിക്കണം. വേദപുസ്തകത്തിൽ പ്രമാണമുണ്ടെന്ന് ഞാൻ ഓടിച്ച് മുമ്പോട്ട് പോകാം. കേൾക്കുന്ന വാർത്തയൊന്നും നല്ല വാർത്തയല്ല. മനോവിഷമം ഉണ്ടാക്കുന്ന, മനോദുഃഖം ഉണ്ടാക്കുന്ന, ഭീതി ഉണ്ടാക്കുന്ന അല്ലേ നമ്മൾ കേൾക്കുന്ന വാർത്ത. അയ്യോ, അപ്പുറത്തെ അച്ചായന് ക്യാൻസറാ. അയ്യോ, നല്ല വാർത്തയാ. നല്ല എങ്ങനുണ്ട്? 4th സ്റ്റേജാ. നല്ല വാർത്തയല്ല. ആ അമ്മാമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമറാ. നല്ല വാർത്തയല്ല. ആ കുഞ്ഞിന് ബ്ലഡ് ക്യാൻസറാ. നല്ല വാർത്തയല്ല. കേൾക്കുന്ന വാർത്ത മുഴുവൻ മനോദുഃഖം ഉണ്ടാക്കുന്ന, മനസ്സിന് ഭയമുണ്ടാക്കുന്ന, ഭീതി ഉണ്ടാക്കുന്ന വാർത്ത. അങ്ങനെയുള്ള വാർത്ത കേൾക്കുന്ന ഈ നാട്ടിൽ ഈ കാലത്ത് നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ഇതിന് കൊടുത്തിരുന്ന ഗുഡ് ന്യൂസ് എന്ന സത്വർത്തമാനം, നല്ല വാർത്ത, ഗുഡ് ന്യൂസ്. ഇംഗ്ലീഷ് ഒന്നും വശമില്ല. നിന്റെ പേര് ആരോണെന്നല്ലേ? ന്യൂസ്. സ്പെല്ലിങ് പറഞ്ഞേടാ. ന്യൂസ്. ആ ആ മിടുക്കൻ. NEWS. മിടുക്കൻ. എത്രയിലാ പഠിക്കുന്നത്? 6ല്. ഏത് സ്കൂളിലാ? ഇംഗ്ലീഷ് മീഡിയം ആണോ? ആ, നന്നായിട്ട് പഠിച്ചോണം കേട്ടോ. ആ, നിനക്ക് സുവിശേഷത്തിലേക്ക് താല്പര്യമുണ്ടോ? കർത്താവ് വിളിക്കുകയാണെ പോണം കേട്ടോ. ആ, എന്തായാലും നന്നായിട്ട് പഠിച്ചോണം, പ്രാർത്ഥിക്കുകയും പഠിക്കുകയും കേട്ടോ. ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്നോടും കൂടെ. അപ്പൊ ന്യൂസ് ഒന്നുകൂടെ സ്പെല്ലിംഗ് പറഞ്ഞേ. NEWS. നോർത്ത് ഒക്കുന്നുണ്ടടാ. നോർത്ത്. നോർത്ത് എന്ന് പറഞ്ഞ അത്ര ആയില്ല. NEWS. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്ന് പറഞ്ഞാൽ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും. അതാ ന്യൂസ്. ആ ന്യൂസ് ആ സുവിശേഷം, ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. എന്തുവാ നല്ല വാർത്ത? അത് സുവിശേഷം. ആര് കേൾക്കണം? എവിടെ കേൾക്കണം? 4 ദിക്കിലും കേൾക്കണം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, ഹാ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, ഹാ മംഗള ജയ ജയ സന്ദേശം. നരഭോജികളെ, നരസ്നേഹികളെ, ഉത്തമ സോദരരാകൂ. നരഭോജികളെ, നരസ്നേഹികളെ, ഉത്തമ സോദരരാകൂ. വിമല മനോഹര സുവിശേഷം, ആ മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം, ആ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, ആ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, ആ മംഗള ജയ ജയ സന്ദേശം.
മഹത്വം കൊടുക്ക. എല്ലായിടത്തും പറയാൻ കൊള്ളുന്നതാണ് ആ സുവിശേഷം. നമുക്ക് എപ്പോഴാ യോഗം നിർത്തേണ്ട സമയമായോ? ഇപ്പൊ എത്രയായി? നിർത്തട്ടെ? കുറച്ചുകൂടി എടുക്കാമല്ലോ. ജോർച്ച നോക്കുന്നു ഇയാൾ നിർത്തുന്ന ലക്ഷണമില്ലെന്ന്. അന്നാന്നോ ജോർച്ച? ഇച്ചിരൂടെ എടുക്കുക. പിന്നെ ഞാൻ 10 ആകുമ്പോൾ നിർത്താം. അത് കഴിഞ്ഞാൽ വീട്ടിൽ പോയി കഞ്ഞി കുടിച്ചേച്ച് കിടക്കാനല്ലേ? മതി. എല്ലാവരും കേൾക്കണം സുവിശേഷം. അപ്പൊ എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? എല്ലാവരും രക്ഷപ്പെടാൻ. ആരൊക്കെയാ കേൾക്കേണ്ടത്? എല്ലാവരും കേൾക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഭാഗം വിടാം. കേട്ടാലുള്ള ഗുണം എന്നാ? സുവിശേഷം കേട്ടാൽ എന്തുവാ ഗുണം? ഒരു കാര്യം, ഒത്തിരി ഉണ്ട്. ഒരു കാര്യം, ലൂക്കോസ് 2:10 സുവിശേഷം കേട്ടാലുള്ള ഗുണം. ലൂക്കോസ് 2:10 പെട്ടെന്ന് വായിച്ചു. ദൂതനവരോട് ഭയപ്പെടേണ്ട. അയ്യോ പേടിക്കണ്ട. ദൂതനവരോട് ഭയപ്പെടണ്ട. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം സുവിശേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം കേട്ടാൽ അവൻ വലിയ സന്തോഷമാ. മനോഭീതികളാലും ചിത്തപ്രേമങ്ങളാലും ആകുല ചിന്തകളാലും നിരാശകളുടെ പടുകുടിയിൽ, പരാജയത്തിന്റെ പടുകുടിയിൽ ആത്മഹത്യ മാത്രം മുൻപിൽ കണ്ട് ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ച്, അത് മദ്യപാനം കൊണ്ടോ പുകവലി കൊണ്ടോ ലഹരി പദാർത്ഥം കൊണ്ടോ ഏത് വിധത്തിലും ജീവിതം ഒടുക്കാം, അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് ഇന്ന് രാത്രി വിഷം കഴിക്കാം അല്ലെങ്കിൽ നേടുവിടാ എന്നൊക്കെ ചിന്തിച്ച് മനോദുഃഖത്തോടെ മനോവേദനയോടെ ഇരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ഈ സുവിശേഷം നിന്റെ മനോവിഭ്രതിയെല്ലാം മാറ്റി നിനക്ക് സന്തോഷം തരും. അതാ സുവിശേഷം. ദൈവത്തിന് മഹത്വം. സന്തോഷം തരും. അതാ സുവിശേഷം. ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ. ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ. ഓ മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും കാണാവതല്ലാത്തോ ആനന്ദമേ. മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും മൺശരീരം ഉടയുന്ന നേരത്ത് പിൻശരീരം നമുക്കേകിടുമേ. അല്പകാലം കൂടെ താമസിച്ചിടുകിൽ ആത്മപ്രിയൻ മുഖം മുത്തിടാമേ. എപ്പോഴും സന്തോഷം നൽകുന്ന ആനന്ദമേ, പരമാനന്ദമേ. എപ്പോഴും സന്തോഷം നൽകുന്ന ആനന്ദമേ, അപ്പൊ സുവിശേഷം സന്തോഷം തരുന്നതാ. അത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ആ 8 മുതൽ വായിച്ചോ സഹോദരി. 8 മുതൽ വായിര്. യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയാ. December 25 അല്ലേ യേശു പറന്നാണ്. പിന്നെ ഒരു ഡേറ്റ് വെച്ച് അങ്ങ് പോകുക എല്ലാരും. ഉണ്ണി പറന്നേ. ഇവിടെ 25 പറക്കുന്നു. റഷ്യയിലും ഉക്രൈനിലും ഒക്കെ ജനുവരി പറക്കുന്നു. അവിടെ ഉണ്ണി പറക്കുക. എല്ലാ മാസവും ഉണ്ണി മുട്ടയുടെ ഉണ്ണിയായിരിക്കും. ആട്ടെ, ഒരു ഡേറ്റ് ഒന്ന് പറ. നമ്മുടെ വിഷയം അതല്ലല്ലോ. എന്തായാലും പിറന്നു എന്നുള്ളത് ശരിയാ. അന്ന് പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു വെളിയിൽ പാർത്തിരുന്നു. ഓടിച്ചു വായിച്ചു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റും മിന്നി അവർ ഭയപരവശരായി തീർന്നു. ദൂതനവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായിട്ട് ജനിച്ചിരിക്കുന്നു. അടുത്തത്, നിങ്ങൾക്ക് അടയാളമോ ശീലുകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ. ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബേക്കു ജ്ഞാനികൾക്കുള്ളിരിക്കും
യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി, അതാണ് സുവിശേഷം. സുവിശേഷം കേട്ടാലുള്ള ഗുണം എന്നാ പറഞ്ഞത്? എന്തുവാ ഗുണം? ഞാൻ എടുത്ത വാക്യം 91 പറഞ്ഞത് ഇങ്ങനൊരു നടത്തിപ്പ് കിട്ടി അങ്ങ് പറഞ്ഞതാ. കുഴപ്പമില്ലല്ലോ, സുശേഷയോഗം ആയിരുന്നല്ലോ. സ്തോത്രം. ചെല്ല് പറയും 91 വായിച്ചത്, പറഞ്ഞത് സുവിശേഷമാ. ഇതല്ലേ ആവശ്യം? സ്തോത്രം. ജോജി പാസ്റ്ററെ എന്തിയേ? കർത്താവ് വരാൻ താമസിച്ചാൽ ആയുസ്സും ആരോഗ്യം ഉണ്ട്, ഇനിയൊരു യോഗം നടത്തുമ്പോൾ 91 പറയാം. അതവിടെ കിടക്കട്ടെ. എന്നെ അതുപോലെ അതോ 91 കൂടെ പറഞ്ഞു വെച്ച് വേണോ? അപ്പം 12:30 ആകും. അത് പിന്നെ ഇത് പറഞ്ഞങ്ങ് നിർത്താം. ഇപ്പം ചിലർ ദൈവമേ അയാളെ ഇരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചെല്ല് പറയാം അയാൾക്ക് വെളിവൊന്നും ഉള്ളവനല്ല, ഇന്ന് ഇളക്കം കയറിയെന്നാണ് തോന്നുന്നത്. എന്നാൽ ഇപ്പം ചെല്ല് ചിന്തിക്കുന്നത് എഴുന്നേറ്റ് പോകണമെന്നുണ്ട്, ബോധമില്ലാത്തനാ വല്ലതും വിളിച്ച് പറഞ്ഞാൽ. അങ്ങനെയൊക്കെ ആൾക്കാർ ഇതിനകത്ത് ഇരിക്കുന്നത് എനിക്ക് ഇരിപ്പ് കാണുമ്പോൾ അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്തുക. ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ. എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? എല്ലാവരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും. സുവിശേഷം കേട്ടാലുള്ള ഗുണം അതാ പറഞ്ഞേ. അവിടെ മഹാസന്തോഷം. സന്തോഷം എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ കാണിക്കാനൊന്നും ഒക്കത്തില്ല. അനുഭവിക്കുക. എങ്ങനെയാണെന്നറിയാം സന്തോഷം? സങ്കീർത്തനക്കാരൻ ഒരു ഭാഷ പറഞ്ഞത് ഇങ്ങനെ: ധാന്യവും വീഞ്ഞും മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. അതാ ഭയങ്കരം വീട് പണിതിരിക്കുക, പക്ഷേ തോമാച്ചന് സന്തോഷമില്ല, കൊച്ചമ്മയ്ക്കും ഇല്ല. കസാര ഭയങ്കര വീട്. എനിക്ക് കാല് വേദനിക്കുന്നത് അതുകൊണ്ട്. നിങ്ങൾ തന്നെ അല്ല ഇരിക്കുന്നത്, ഞാനിവിടെ ഇരിക്കട്ടെ. വലിയ വീട്ടിലെ കൊച്ചമ്മ കസേര നിറച്ചിരിക്കുക, ഒരു സന്തോഷമില്ല. കൂമ്പൊടിച്ച വാഴക്കൊല കിടക്കും പോലെ സന്തോഷം. വലിയ വീടാ. രാജസ്ഥാൻ മാർബിളിട്ടാ പണിതത്. അച്ചായനും കൊച്ചമ്മയ്ക്കും മക്കൾ പണിത് കൊടുത്താ. രണ്ടിനും ഒരു സന്തോഷവുമില്ല. കാശുണ്ട്, വീടുണ്ട്, ചുറ്റുപാടുണ്ട്, എല്ലാം ഉണ്ട്. ഫ്രിഡ്ജ് തുറന്നാ മുട്ട താഴെ വീഴും, കഴിക്കാനൊക്കുന്നില്ല. മുട്ട ഉണ്ണി സണ്ണിക്ക് കൊടുക്കുക, വെള്ള ഇല്ലേ? ഇച്ചിരി ബീഫ്, നല്ല വാള കറി വെച്ചതാ, നെയ്യുണ്ടെന്നാ തോന്നുന്നു. അത് 2 പപ്പടം, പ്രഷറുണ്ട്, ഇച്ചിരി അച്ചാറ്. പിന്നെ എന്തുവാ കഴിക്കുന്നത്? പാവയ്ക്ക ഉപ്പിട്ട് പറ്റിച്ചോണ്ടോ? ഉണ്ട്. ഇച്ചിരി ഇതാ ചോറ്. പുഞ്ചപ്പാട് 5 ഏക്കറുണ്ട്, 50 പറ കണ്ടം. കുത്തരിക്ക ചോറ് കഴിക്കാൻ മേല. പിന്നെ എന്നാ കഴിക്കുന്നത്? ഗുജറാത്തിൽ നിന്ന് ഗോതമ്പ് വരണം. ചെല്ലു പറത്തില്ലേ, ഇത് ഞങ്ങളുടെ പാടവാ. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ആയിരുന്നു. അവിടെ മുതൽ അവിടം വരെ, ചിറ വരെ. ഇതോ ആ വാഴ നിൽക്കുന്നത് തെക്കേ ചിറ ഞങ്ങളുടെ ആയിരുന്നു. എൻ്റെ അനിയൻ ഉതുപ്പാൻ്റെയാ. ഇവിടെ മുതൽ അങ്ങോട്ട് മുഴുവൻ ഞങ്ങളുടെ കുടുംബമല്ലേ. പിന്നെ പാടം മുഴുവൻ. ഇച്ചിരി കുത്തരിച്ചോറ് തരട്ടെ? ഗുജറാത്തിൽ നിന്ന് വരുന്നുണ്ട്, ഉണ്ടെന്ന്. ഗുജറാത്തിൽ നിന്ന് ഡോക്ടർ പറഞ്ഞ് എണ്ണ ചേർക്കാതെ 2 ചപ്പാത്തി അത് പൊട്ടി വെച്ച് വേവിച്ച് എഴുന്നേറ്റ് നിന്ന് കടിക്കണം. ചപ്പാത്തിക്കിട്ട് ഇരുന്നുകൊണ്ട് കടിച്ചാൽ ചപ്പാത്തി നോക്കി എന്നാടാ ബേബി താമസിച്ചെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഒരു സന്തോഷമില്ല. AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ തള്ളക്ക് ഇടാനൊക്കത്തില്ല. AC തുണിയിട്ട് മൂടി വെച്ചിരിക്കുക. നിന്റെ ഗതികേട്. വലിയ വീടാ, ഉറക്കവുമില്ല, കഴിക്കാനും വയ്യ, നടക്കാനും വയ്യ. പക്ഷേ രക്ഷിക്കപ്പെട്ട മേരി ഒരു മുറിയേ ഉള്ളൂ, ചാണകം തളിച്ചതാ. ഫോറും പ്ലേറ്റും ഒന്നും കയ്യിലില്ല, ഫോർക്കും കത്തിയും മുള്ളും ഒന്നും കയ്യിലില്ല. സ്തോത്രം. പക്ഷെ 1.5 പ്ലേറ്റ് ചോറാ അടിക്കുന്നത്.
അതിനെടുത്ത കറിയും എന്നിട്ടും പിന്നെ മേറ്റി ഇച്ചിരി തരാൻ. അത് കൃപയാ. പുഞ്ചപ്പാടം 10 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുത്തരിച്ചോറ് കഴിക്കാനുള്ള യോഗം നിനക്ക് ഇല്ല. എവിടാ വീട്? പുളിക്കീഴ്. പഞ്ചാരിട്ട കാപ്പ് കുടിക്കാൻ മേല. വീട് എവിടാ? പുളിക്കീഴ്. പിന്നെ അതിന് തൊട്ടടുത്താന്ന്. ഏതിന്? വല്യപ്പച്ചന് കരിമ്പ് കൃഷി ഉണ്ടായിരുന്നു. ഉച്ചവൻ വന്നപ്പം മനസ്സിലാകുന്നുണ്ടോ വല്ലോ? എമ്മമ്മോമിന്റെ ടള്ളപ്പിന്റെ മെത്ത മേടിച്ച് വെച്ചിട്ടുണ്ട് കട്ടിലെ. എന്നുവെച്ച് വൈദ്യര് ഗോപാലപിള്ള പറഞ്ഞ് കാഞ്ഞിരപ്പലകയുടെ കട്ടിലേലെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം മെത്ത എവിടെ ഉണ്ടോന്ന് ചാരി വെച്ചത്. നിന്റെ ഗതികേട് മനസ്സിലാകുന്നുണ്ടോ വല്ലോ? അപ്പൊ സാമ്പത്തികമായിട്ട് വലിയ ഭദ്രതയൊന്നുമില്ലെങ്കിലും മെച്ചമൊന്നുമില്ലെങ്കിലും നമ്മുടെ സന്തോഷം എങ്ങനെയാണെന്നറിയാമോ? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. ക്രിസ്തുവിൽ കൂടി ലഭിച്ച സന്തോഷമാണ്. ദൈവത്തിന് മകത്ത് സുവിശേഷം സന്തോഷം തരുന്നതാ. 8 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ 4-5 കൂട്ടം കാര്യമുണ്ട്. പറഞ്ഞങ്ങ് നിർത്തുക. സുവിശേഷം ഒന്നുകൂടെ പറയാ. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? എല്ലാവരും രക്ഷിക്കപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കണ്ട? എല്ലാവരും കേൾക്കണം. കേട്ടാനുള്ള ഗുണമല്ല. ഗുണം ഇവിടെ സന്തോഷമാ. അത് ആ കണ്ണയ്ക്കകത്ത് 4-5 കൂട്ടം കാര്യമുണ്ട്. 1, നിനക്ക് സന്തോഷം. 2, നിന്റെ ഭയം മാറും. അല്ല, ദൂരം എന്ന് പറയാ ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി രോഗമാകട്ടെ, മരണത്തിന്റെ ഭീതിയാകട്ടെ, ഏത് പ്രശ്നമാകട്ടെ, മനോഭീതിയോടെ ഭയത്തോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ഈ സുവിശേഷം നിന്റെ ഭയത്തെ മാറ്റും. സുവിശേഷം നിനക്ക് സമാധാനം നൽകും. മാത്രമല്ല സുവിശേഷം വെളിച്ചം ഉണ്ടാക്കി. അവിടെ ചുറ്റും മിന്നിയാന്നല്ലേ, അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ മോളെ, മിന്നി മിന്നി. വായിക്കോ ചേ, അതും ഏതാണ്ട് മിന്നി ഇരിക്കുക. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവിടെ അരികിൽ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. മിന്നി മിന്നി തേജസ് ചുറ്റി മിന്നി എന്ന്. തേജസ് വാരി ചുറ്റി വരികയല്ല. ഇന്ന് രാത്രി തേജസ് എന്ന് പറഞ്ഞ അല്ലാണ്ട് അഴിഞ്ഞു കിടക്കുകയായിരുന്നു. സമയം പോയെന്ന് പറഞ്ഞ് വാരി ചുറ്റിക്കൊണ്ട് അവിടുന്ന് തേജസ്സിന്റെ പ്രഭയാ, തത്വത്തിന്റെ മുദ്ര. പിന്നെ നിന്നെ വാരി ചുറ്റുന്നേ. നമ്മുടെ വിചാരം കണ്ട ഇന്നലത്തെ യോഗത്തിന് പോയപ്പോ എല്ലാം അഴിഞ്ഞവിടെ പോയി. പിന്നെ എല്ലാം കൂടെ വാരി ചുറ്റിക്കൊണ്ട് പുള്ളി ചെറുതനക്ക് തേജസ്സാണ്. കർത്താവിന്റെ തേജസ് അവരെ എന്ന് പറഞ്ഞാൽ ഇരുള് മാറിയെന്ന അർത്ഥം. കാരണം എന്നാന്നറിയോ? രാത്രിയിലായി സംഭവം. അങ്ങനെ ഒരു പദമുണ്ട്, രാത്രിയിൽ. രാത്രിയിൽ വായിച്ചേ. പ്രദേശത്ത് രാത്രി. അപ്പൊ രാത്രിയിലായി സംഭവം. രാത്രി എന്ന് പറഞ്ഞാൽ ഇരുട്ടാണല്ലോ. അപ്പോൾ തേജസ് ചുറ്റി എന്ന് പറഞ്ഞാൽ ഇരുട്ട് മാറ്റി. അതാ സുവിശേഷം. നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റും. ഇരുട്ട് പല ഇരുട്ട്. 1, പാപത്തെ കാണിക്കുന്നതാ ഇരുട്ട്. 2, പിശാചിനെ കാണിക്കുന്നതാ. 3, നരകത്തെ കാണിക്കുന്നതാ ഇരുട്ട്. 1 പാപം, വാക്യങ്ങൾ എടുക്കാൻ നേരമില്ല. 1 പാപം, 2 നരകം, 3 പിശാച് എന്ന് പറഞ്ഞ ഇരുട്ട് മാറി എന്ന് പറഞ്ഞ നരകത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നത് ആ സുവിശേഷം. നിത്യ നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷ തരുന്നത് ആ സുവിശേഷം. പിശാചിന്റെ പിടിയിൽ നിന്ന് നിന്നെ വിടുവിക്കുന്നത് ആ സുവിശേഷം. മന്ത്രവാദം കൊണ്ടും ആഭിചാരം കൊണ്ടും നേർച്ച കാഴ്ചകൾ കൊണ്ടുമൊക്കെ തീരാത്ത വിഷയങ്ങൾ സുവിശേഷത്താൽ പരിഹരിക്കപ്പെടും. അനുഭവിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ചികിത്സകൾ ചെയ്തിട്ടും ഭേദം വരാത്തത്, മന്ത്രവാദം കൊണ്ടും ആഭിചാരം കൊണ്ടും അറബിക്കെട്ട് കൊണ്ടും 4-ാം മേളക്കാരനെ കൊണ്ടൊക്കെ പലതും ചെയ്തിട്ട് ഏക്കാതെ പിന്നെയും തീച്ചൂളക്കകത്തോടെ പോകുന്ന എന്റെ പ്രിയരെ, വെല്ലുവിളിയോട് തന്നെ പറയുന്നത്, രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച വേർപെട്ട ദൈവമക്കൾ അങ്ങനെയുള്ള വീടുകളിൽ വന്ന് അല്ലെങ്കിൽ വ്യക്തികൾ അടുക്ക വന്ന് മുഴങ്കാലും മേലിരുന്ന് ഞങ്ങളെ കാണാനൊന്നും കൊള്ളത്തില്ല, കുടുംബതേട്ടതൊന്നുമില്ല, നിറവും നിലവാരമൊന്നുമില്ലെങ്കിൽ അകത്തൊരാത്മാവുണ്ട്. അത് ദൈവത്തിന്റെ